السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم لا تزول قدم ابن آدم يوم القيامة حتى يسأل عن أربع: عن عمره فيما أفناه، وعن شبابه فيما أبلاه، وعن ماله من أين اكتسبه وفيما أنفقه، وعن علمه فيما عمل به أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, മറ്റു സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തികളെല്ലാം, ഈ ഒരുമിച്ച് കൂടലും ഇതുമായി ബന്ധപ്പെട്ട സർവ പ്രവർത്തികളും നാളെ സ്വർഗത്തിൽ വെച്ച് കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കാൻ പറ്റിയ വിധത്തിൽ കബൂലാക്കി നമുക്ക് നാളെ സ്വർഗത്തിൽ കാണിച്ചു തരുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭം ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും ഇവിടെ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കും വിശിഷ്യ പണ്ഡിതന്മാർക്കും ദീർഘകാലം അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് ആഫിയത്തോടെ ജീവിക്കാനുള്ള ഒരു വഴി തുറക്കാൻ അള്ളാഹു ഇത് സബബാക്കി തരുമാറാവട്ടെ. ആമീൻ. വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം ഉണ്ട്. സുലൈമാൻ സഖാഫി ഉസ്താദ്, സാദിഖ് സഖാഫി ഉസ്താദ് തുടങ്ങി SSFന്റെ നേതാക്കളും പ്രവർത്തകരും മറ്റുമൊക്കെ ഉണ്ട് നമ്മുടെ വേദിയിൽ. 2 ദിവസം നിങ്ങളുടെ ഈ ഒത്തുകൂടൽ നമ്മുടെ പ്രസിഡന്റ് അറിയിച്ചതുപോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വന്ന അതേ മനസ്സോടുകൂടിയല്ലാതെ ഒരു പുതിയ മനസ്സോടുകൂടി തിരിച്ചു പോകാൻ കഴിയണം. നിങ്ങളെല്ലാം വളരെ വലിയ മേഖലകൾ എത്തിപ്പിടിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതീക്ഷയോടുകൂടി പഠിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഉയർന്ന തലങ്ങൾ എത്തിപ്പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. സദസ്സിലുള്ള എല്ലാവരും പണ്ഡിതന്മാർ തന്നെയല്ല. ഭൗതിക രംഗത്ത് വളരെ ഉന്നതമായ സ്ഥാനം ലക്ഷ്യമിട്ടിരിക്കുന്നവരാണ്. പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായതിന്റെ പേരിൽ ആണ് ഇന്ന് ലോകം മുഴുവനും എല്ലാവിധ കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങൾ 6 എന്ന് വിശ്വസിച്ചു പോരുന്ന നാം ആ വിശ്വാസത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ വിശ്വാസങ്ങളാണല്ലോ ഈമാൻ കാര്യങ്ങളായിട്ട് നമ്മൾ എണ്ണി പറയുന്നത്. അതിൽപ്പെട്ട ഒരു വിശ്വാസ ഭാഗമാണ് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. വൽ യൗമിൽ ആഖിർ വല്ലദീന ആമനൂ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, കിതാബ് കൊണ്ട് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ ഇടക്കിടക്ക് കൂടുതൽ ആവർത്തിച്ചു പറയുന്നത് വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം. അതുണ്ടായാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അതൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ വിഷയം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ ഒരുപക്ഷെ എഞ്ചിനീയർമാരാകാം,
ഡോക്ടർമാരാകാം, അല്ലെങ്കിൽ മറ്റു വല്ല വലിയ വലിയ മേഖലകളിലുള്ളവരാകാം. ഏത് മേഖല നിങ്ങൾ ഭൗതിക ലോകത്ത് തിരഞ്ഞെടുത്താലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാം. ഇതാണ് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെറിയ കിതാബ് മുതൽ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം. നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഏത് മേഖലയാണോ ആ മേഖല അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റിയ തരത്തിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതാണ് നമ്മുടെ ഈ ഒത്തുകൂടലിന്റെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെയും പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. ഒരിക്കലും നിരാശ വേണ്ട. പണ്ഡിതനായാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന്, അത് ഉസ്താദുമാരുടെ മാത്രം കുത്തകയാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. യഥാർത്ഥത്തിൽ സ്വർഗം അള്ളാഹു സൃഷ്ടിച്ചത് പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ്. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചത് ഉലമാഇന് വേണ്ടിയാണ്. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന സൂറത്തിന്റെ അവസാന ഭാഗത്തെ ആ വാക്കെന്താണ്? ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. സ്വർഗം അള്ളാഹുവിനെ പേടിച്ചവർക്കുള്ളതാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ് സ്വർഗമെന്ന് പറഞ്ഞ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങൾ മാത്രമാണ്. അപ്പൊ സ്വർഗം ആലിമീങ്ങൾക്കാണെന്ന് വരും. അതുകൊണ്ടാണ് കുൻ ആലിമൻ, നീ ഒരു ആലിമൈക്കോ, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമൈക്കോ, ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഉലമാനെ സ്നേഹിക്കുന്നവരായിക്കോ, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരായിക്കോ, ഔ മുസ്തമിഅ, അല്ലെങ്കിൽ ആലിമീങ്ങൾ പറഞ്ഞത് കേട്ട് നിന്റെ ജീവിതത്തെ അവർക്ക് വഴിപ്പെടുത്തി കൊടുത്ത് അങ്ങ് വിട്ടേക്ക്. ഫലാ തകുൻ ഖാമിസ. സ്വർഗം കിട്ടണമെങ്കിൽ ഈ നാലിലൊന്നിൽ പെടണം. ഉലമാവിന്റെ പിന്നിൽ കൂടുക, അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളുടെ പിന്നിൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ ചേരുക, അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ അല്ലാതെ ഉലമാഇന് വേണ്ടി റബ്ബ് സൃഷ്ടിച്ച സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ എല്ലാവരും ഓതിക്കൊടുത്തു, അവരുടെ മുതഅല്ലിമീങ്ങളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം ഫത്ഹുൽ മുഈൻ ലോക പ്രശസ്തമാണ്. ഫിഖ്ഹിന്റെ രംഗത്ത് പ്രാഥമികമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥം. എന്നാലാണെങ്കിലോ അത് ആധികാരിക ഗ്രന്ഥവുമാണ്. അതിനെ കവച്ചുവെക്കുന്നൊരു ഗ്രന്ഥമില്ലാത്ത വിധം അത്ഭുത ഗ്രന്ഥവുമാണ്. എല്ലാ വിഷയങ്ങളും കർമ്മശാസ്ത്ര രംഗത്ത് ഉൾക്കൊള്ളിച്ചൊരു കിതാബാണ്. അതിൽ പറഞ്ഞ ഒരു മസ്അല നോക്കി നിങ്ങൾ. അതിൽ നിന്നെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ തിയേറ്ററിലേക്ക് കടന്നു ചെന്ന് നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്ന ഒരു രോഗി, അയാൾക്ക് അനസ്തേഷ്യ കൊടുത്ത് കെടുത്തിയിരിക്കുന്നു. അനസ്തേഷ്യയുടെ ടൈം ഇത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് ഒരു കണക്കുണ്ട്. അയാളെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോഴാ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ് ബാങ്ക് വിളി കേട്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ബാങ്ക് വിളിച്ച് നിസ്കരിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചത്. പക്ഷെ നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ചില ഡോക്ടർമാരുടെ അടുക്കലൊക്കെ ചെന്നാൽ ആ ഡോക്ടർമാരുടെ നമ്മൾ ഒരു വിലയിരുത്തും. അയാൾ മഗ്രിബിന് പള്ളിയിലേക്ക് അങ്ങോട്ട് പോയാൽ ഇനി അയാളെ നോക്കാൻ പോണ്ട. അയാൾ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന്റെ സുന്നത്തും കഴിഞ്ഞ് തബാറക്കും ഇദാവക്കായത്തും സജദിയും ഒക്കെ ഓതി ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ഇശാ ബാങ്ക് വിളിച്ച് അതിന്റെ സുന്നത്തും നിസ്കാരവും ഹദ്ദാദും ഒക്കെ കഴിഞ്ഞിട്ടേ വരൂ. കേട്ടപാടി നമ്മൾ എന്ത് പറയും? നല്ല ഡോക്ടർ, അയാൾ നല്ലൊരു മനുഷ്യൻ എന്ന് ആദ്യം നമ്മൾ വിലയിരുത്തും. ശറഇന്റെ വീക്ഷണത്തിൽ അയാൾ നല്ല ഡോക്ടറല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധി പ്രകാരം അയാൾ എന്തല്ല? നല്ലൊരു ഡോക്ടറല്ല. അയാളെ കാത്തുകെട്ടിക്കിടക്കുന്ന അനവധി രോഗികൾ അയാളെ വീടിന്റെ മുമ്പിൽ കിടക്കുകയാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് ചികിത്സ നിർദ്ദേശിച്ചിട്ട് വേണം ഇയാളെ രോഗശമനം പ്രതീക്ഷിക്കാൻ. ഈ ഡോക്ടർ എന്ത് ചെയ്യണം? എന്താണ് ഇസ്ലാം പറയുന്നത്? അയാൾ അവിടെ ദിക്റും സ്വലാത്തും ചൊല്ലി ഇരിക്കല്ല വേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അത് ജമാഅത്തിൽ പങ്കെടുത്ത് അത് നിസ്കാരം കഴിഞ്ഞ് ഉടനെ അയാൾ വീട്ടിലേക്ക് പോകണം. അയാളുടെ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോവുകയോ രോഗം സീരിയസ് ആകാൻ പോവുകയോ ചെയ്യുന്ന, ഇദ്ദേഹത്തിന്റെ ചികിത്സ അത്യാവശ്യമായി വരുന്ന ആളുകൾ അയാളെ കാത്തുകെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ
ആ രോഗിനെ ചികിത്സിക്കലാണ്. ആ പള്ളിയിൽ ഇരുന്നിട്ട് അയാൾ ദിക്ർ സ്വലാത്ത് ചൊല്ലി സ്വർഗം നേടുന്നതിന് പകരം ഈ രോഗിക്ക് ചികിത്സിച്ചുകൊണ്ട് സ്വർഗം നേടാമെന്ന് നമ്മുടെ മതഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കുന്നു. ഈ ഉസ്താദ്മാർ ഊതി കൊടുത്തുകൊണ്ടിരിക്കും. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ മസല, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു കണ്ണുപൊട്ടൻ ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു കിണറിൽ വീഴാൻ പോകുന്നു. എന്ത് വേണം ഈ നിസ്കരിക്കുന്ന കക്ഷി, എന്ത് വേണം എന്നൊരു ചർച്ച ഫത്ഹുൽ മുഈനിലുണ്ട്. ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഈ നിസ്കരിക്കുന്ന ആൾ, അയാള് നിസ്കാരം മുറിക്കാതെ അയാൾ വല്ല സുബ്ഹാനല്ലാഹ് ഒക്കെ പറഞ്ഞാൽ ഈ കണ്ണുപൊട്ടനെ മനസ്സിലാകും അയാൾ ഒരു മുത്തഫരീദ് ഓതിയ കണ്ണുപൊട്ടനാ, അല്ലെങ്കിൽ ഒരു നൂറുൽ അബ്സാറെങ്കിലും ഓതിയിട്ട്, അല്ലെങ്കിൽ ഒരു SSFന്റെ ക്യാമ്പിലൊക്കെ പലപ്പോഴും പങ്കെടുത്ത് പല അനുഭവങ്ങളും ഉള്ള അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയ ഒരു മനുഷ്യനാണ് അയാൾ. ഈ കണ്ണുപൊട്ടന്, ഈ അന്ധൻ സുബ്ഹാനല്ലാഹ് എന്ന് കേട്ടപ്പോ എന്തോ പന്തികേടുണ്ടെന്ന് വിചാരിച്ച് അവിടെ നിന്നു എന്ന് വെക്കുക. ഒന്നും ചെയ്യണ്ട, നിസ്കാരം പൂർത്തിയാക്കാം. നമ്മള് സുബ്ഹാനല്ലാഹ് ഒന്നും പറഞ്ഞിട്ട് അയാൾ നിൽക്കണില്ല, അയാൾ അങ്ങനെ പോവാ. പോയി 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 ആ കിണറ്റ് വീഴുകയാണ് എന്ന് കണ്ടാൽ എന്ത് വേണം? നിസ്കാരം മുറിച്ച് ആ മനുഷ്യനെ പോയി രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ നീ നിസ്കരിച്ചോ എന്നാ ഫത്ഹുൽ മുഈൻ പറയും. നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചത് എന്താണ്? ആ മനുഷ്യൻ കിണറ്റിൽ വീഴാൻ പോവുകയാണെങ്കിൽ അയാൾ അതിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ട് നീ നിസ്കരിച്ചോ. ആ നിസ്കാരം, വെറുതെ നിസ്കാരം മുറിക്കൽ ഹറാമാ. ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ നിസ്കാരം വെറുതെ മുറിക്കാൻ പാടില്ല എന്നാ. അത് ഹറാമാണ്, വലിയ തെറ്റാണത്. ആവശ്യമില്ലാതെ നിസ്കാരം മുറിക്കരുത്. എന്താണ് ആവശ്യം? ആവശ്യം എന്തൊക്കെയാന്നുള്ളത് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരാവശ്യ, ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ, ഒരു മനുഷ്യ ജീവന് കൽപ്പിച്ച വില, ആ മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ നിന്റെ നിസ്കാരം, അല്ലാഹുവുമായി നീ നടത്തുന്ന മുനാജാത്ത്, ഏറ്റവും സുപ്രധാനമായ നിസ്കാരം മുറിച്ച് അയാളെ പോയി കൈപിടിച്ച് രക്ഷപ്പെടുത്തി ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് ഞാൻ നിസ്കരിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിട്ടുതരാം, ഒന്ന് ക്ഷമിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അയാളെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് നീ നിസ്കാരം രണ്ടാമത് നിസ്കരിച്ച് പൂർത്തിയാക്കിക്കോ എന്നതാണ് കർമ്മശാസ്ത്രമെങ്കിൽ, ആ തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുത്ത് കിടക്കുമ്പോഴാണ്, നിങ്ങളുടെ ഓപ്പറേഷന് കാത്തുകിടക്കുന്ന ഒരു രോഗി സ്ട്രെച്ചറിന്റെ മുകളിൽ കിടക്കുമ്പോഴാണ് ഹയ്യ അല സ്വലാ എന്ന വിളി പള്ളിയിൽ നിന്ന് വന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ രോഗിയെ പോയി ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയ പ്രവൃത്തി എന്താണ് അത് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ ആ തിയേറ്ററിന്റെ മൂലയിൽ തന്നെ നിങ്ങൾക്കൊരു മുസല്ല വിരിച്ച് നിസ്കരിക്കാമല്ലോ. ഒരു മുസല്ല കയ്യിലുണ്ടെങ്കിൽ ആ തിയേറ്ററിന്റെ ഒരു മൂലയിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗം, അള്ളാഹുവുമായുള്ള ബന്ധം നിങ്ങൾക്ക് നിലനിർത്താമല്ലോ. ആ നിസ്കാരം ഖളാ ആക്കേണ്ടതില്ലല്ലോ. അപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് കരസ്ഥമാക്കിക്കൂടെ? അള്ളാഹു ഹലാലാക്കിയ ഏത് വിദ്യാഭ്യാസവും, അള്ളാഹു ഹലാലാക്കിയ ഏത് ജോലിയും ചെയ്യാം. പടച്ച തമ്പുരാൻ ഹറാമാക്കിയ പെൺവാണിഭങ്ങളോ മദ്യവിൽപ്പനകളോ ഇതൊന്നും നമുക്ക് പാടില്ല. അള്ളാഹു ഹലാലാക്കിയ ഏത് ജോലിയും ചെയ്യുകയാണെങ്കിൽ ആ ജോലി അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്നതായി മാറ്റണം. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയണം. ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ അവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് പറ്റിയതാണ് പരിശുദ്ധ ഇസ്ലാം, ഒരു എഞ്ചിനീയർക്ക് പറ്റിയതാണ് പരിശുദ്ധ ഇസ്ലാം. എവിടെയും ഇസ്ലാമിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒത്തുകൂടിയത് നിങ്ങളിലുള്ള ഹൃദയത്തിന്റെ ഒരു മൂലയിൽ എവിടെയോ ഒളിഞ്ഞു മറഞ്ഞു കിടക്കുന്ന ആത്മീയത അതുള്ളത് കൊണ്ടാണല്ലോ ഈ സദസ്സിൽ നമ്മൾ വന്നുകൂടിയത്. ഈ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലും പാരത്രിക ലോകത്തെ കുറിച്ചൊരു ബോധമുണ്ട്, ഒരു ചിന്തയുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സ്നേഹമുണ്ട്, ഉലമാവിനോട് നിങ്ങൾക്ക് ബന്ധവും സ്നേഹവുമുണ്ട്, നാളെ ആഖിറത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങ് തിരുവനന്തപുരത്തും കാസർഗോഡിന്റെയും ഇടയിലുള്ള വിദൂര ദിക്കുകളിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഈ സദസ്സിൽ മറ്റനേകം ചുറ്റുപാടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടേച്ച് നിങ്ങൾ ഇവിടെ വന്ന് തികച്ചും ഒരു ആത്മീയമായ ചിന്ത നമുക്കുണ്ട്. ആ ആത്മീയമായ പാരത്രികമായ ചിന്ത പരിപോഷിപ്പിച്ചെടുക്കലാണ് ഇനി നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളായ എത്ര വിദ്യാർത്ഥികൾ കാണും, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റുകളായ എത്ര സ്റ്റുഡൻസുകൾ നിങ്ങളെ കൂടെ ഉണ്ടാകും? അവരൊക്കെ ഈ രംഗത്ത് വന്നോ? അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മേഖലയിലേക്ക് ക്ഷണിച്ചാൽ അവരെ എല്ലാവരെയും കിട്ടുമോ? ഇല്ല. അള്ളാഹുവേ, ഈ ആത്മീയമായ ക്ലാസ്സിൽ, ഈ സദസ്സിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നുവെങ്കിൽ
ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ഘട്ടത്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ സന്തോഷം ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് മുഴുവനും, എന്റെ നാവ് കൊണ്ട് പറയുന്നതിനും, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനും, കണ്ണുകൊണ്ട് കാണുന്നതിനും, എന്റെ സർവസ്വങ്ങൾക്കും ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം എനിക്ക് വരാനുണ്ട് എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ അരാജകത്വം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ യഥാർത്ഥ മറുപടി. അതിലാർക്കും ഒരു സംശയവുമില്ല. ഇത് ലോകം സമ്മതിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യവുമാണ്. ഒരുപക്ഷെ മത്സരപരമായി നിഷേധിച്ചു പറഞ്ഞേക്കാം, യാഥാർത്ഥ്യം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചിന്ത വളർത്തിയെടുക്കലാണ്. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആത്മീയമായ ചിന്ത, പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ സദസ്സിൽ വന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ വരാൻ കാരണമായതെങ്കിൽ, നല്ല ഒരവസ്ഥ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് തന്നിട്ടില്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്തയില്ലേ? അത് പരിപോഷിപ്പിച്ചെടുക്കലാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെയും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെയും ഉദ്ദേശ്യവും ലക്ഷ്യവും പ്രവർത്തനവും. അത് പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതും നാം എല്ലാവരും ഇവിടെ സംഘടിച്ചിട്ടുള്ളതും. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരിച്ചു പോകേണ്ടി വരും. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സാദിഖ് സഫഖാഫി കേൾപ്പിച്ചു, ഈ ലോകം ശാശ്വത ജീവിതമല്ല, ഇതിന്റെ പുറകിൽ ഒരു ജീവിതമുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതം 9 ഘട്ടങ്ങൾ ഒരായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മനുഷ്യോൽപത്തിയെക്കുറിച്ച് ലോകത്ത് പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ലോകം പല പ്രബന്ധങ്ങളും ക്ഷണിച്ചു. മനുഷ്യോൽപത്തിയെക്കുറിച്ച് വിവരിക്കാൻ സർവ മതഗ്രന്ഥങ്ങളും പരിശോധിച്ചപ്പോൾ എല്ലാ മതക്കാരും അവരുടെ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ മനുഷ്യോൽപത്തിയെക്കുറിച്ച് ആധികാരികമായി പരിപൂർണമായി ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാമിന് മാത്രമേ സാധിച്ചുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്ത് ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ശുദ്ധമായ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന കളിമണ്ണിൽ നിന്നാണ്. മനുഷ്യോൽപത്തി വിവരിക്കലല്ല ലക്ഷ്യം. അള്ളാഹു പറഞ്ഞു വരുന്നത് കേട്ടോ നിങ്ങൾ, മനുഷ്യന്റെ ഉത്ഭവം മണ്ണാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മനുഷ്യ പിതാവ് ആദം നബിയല്ലേ, ആദം നബിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യോൽപത്തി മണ്ണാണ് എന്ന് പറയാം. ഇന്നും ആ പ്രക്രിയ അള്ളാഹു നടത്തുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ്. മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്തിട്ടുണ്ടാകുന്ന പച്ചച്ചെടികൾ തിന്നിട്ടാണ് ചുവന്ന ചോരയുണ്ടാകുന്നത് ശരീരത്തിൽ. അതിൽ നിന്നാണല്ലോ മനുഷ്യ ഉത്ഭവത്തിന്റെ തുടക്കം. ബീജം തരം മാറി വന്ന് മനുഷ്യനായി രൂപാന്തരപ്പെട്ട് പുറത്തു വരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഈ രക്തത്തിന് അമൂല്യമായ പങ്ക്, നിസ്തുല്യമായ പങ്ക് അതിനില്ലേ? ഈ രക്തമുണ്ടാകുന്നത് മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്തിട്ടുണ്ടാകുന്ന പച്ചച്ചെടികൾ തിന്നിട്ടല്ലേ? അപ്പോൾ ഇന്നും നമുക്ക് പറയാം മനുഷ്യോൽപത്തി മണ്ണാണ്. രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. ഇത് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞു. ഒരു മനുഷ്യനെ മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഖബറിന്റെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ട സുന്നത്തായ ഒരു കർമ്മമുണ്ട്. മിൻഹാ ഖലഖനാകും, തലയുടെ ഭാഗത്ത് നിന്ന് ഒരു പിടി മണ്ണെടുക്കണം. എന്നിട്ട് പറയണം മിൻഹാ ഖലഖനാകും, അതിലേക്ക് എറിയണം, ഖബറിലേക്ക് എറിയണം. ഇപ്പുറത്തേക്ക് വന്ന് മധ്യഭാഗത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ട് അത് അങ്ങോട്ട് എറിയണം. കാൽഭാഗത്തേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞൊരു പിടി മണ്ണെടുത്തുകൊണ്ട് അങ്ങോട്ട് ഖബറിലേക്ക് എറിയണം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്കാണ് നമ്മെ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി ഒരു സന്ദർഭത്തിൽ ഈ മണ്ണിൽ നിന്ന് അല്ലാഹു തആല നമ്മെ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ഉൽപ്പത്തി മണ്ണാണ്. ഒരാളെ ഖബറ് എവിടെ വരുമോ അവിടെയാണ് അയാളെ മണ്ണെടുത്ത സ്ഥലം. ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി എവിടെന്നാണോ അള്ളാഹു മണ്ണ് എടുത്തത്, എന്നെ സൃഷ്ടിക്കാനുള്ള മണ്ണ് എവിടെന്നാണോ എടുത്തത് അവിടെയായിരിക്കും എന്റെ ഖബറ് വരാന.
ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാ. ഇബ്നു സീരീൻ എന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ തഅബീർ പറയുന്നതിൽ അഗാധ കഴിവ് കാണിച്ച ആളാ. അത് തന്നെ വലിയ സ്ഥാന. സ്വപ്നത്തിന്റെ തഅബീർ പറയാന്നുള്ളത് സാധാരണ മനുഷ്യന്മാർക്ക് കഴിയില്ല. അത് അംബിയാവിന്റെ മുഅ്ജിസത്താ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്താണ് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ്. സ്വപ്നത്തിന്റെ തഅബീർ പറയാന്നുള്ളത്. ഇനി അത് ആർക്കേ കിട്ടുള്ളൂ? അത് മറ്റൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമേ കഴിയൂ. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ. ഒരു നബിക്ക് മുഅ്ജിസത്തായിട്ട് കിട്ടുന്നത് എന്തൊക്കെ ഉണ്ടോ ഇല്ലൽ ഖുർആൻ, ഖുർആൻ ഒഴിച്ച് ഒരു നബിക്ക് മുഅ്ജിസത്തായിട്ട് കിട്ടാവുന്നതൊക്കെ ഒരു വലിയന് കറാമത്തായിട്ടുണ്ടാകാം. അപ്പൊ യൂസുഫ് നബിന്റെ മുഅ്ജിസത്താണ് ഇബ്നു സീരീൻ തങ്ങൾക്ക് കിട്ടിയത്, സ്വപ്നത്തിന്റെ തഅബീർ പറയാൻ. അത് മാത്രല്ല മൂപ്പരെ കഴിവ്. അള്ളാഹുവിന്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തു കൊടുത്ത അനസ് ഇബ്നു മാലിക്കിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാ റളിയല്ലാഹു അൻഹു. ആള് വലിയ ആളാ. ആ ഇബ്നു സീരീൻ തങ്ങൾ പറയാണ്, ഞാനൊരു സത്യം ചെയ്യാം, ആ സത്യം പിഴക്കുകയില്ല. സത്യം ചെയ്ത് പിഴച്ചാൽ അതിന് കഫാറത്ത് കൊടുക്കണം. ഇസ്ലാമിൽ പ്രായശ്ചിത്തം കൊടുക്കണം. വല്ലാഹി പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വല്ലാഹി അള്ളാഹിനെ തന്നെ സത്യം, അള്ളാഹുവാണേ സത്യം എന്നൊക്കെ പറയുമല്ലോ. ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞിട്ട് അതുപോലെ നടന്നില്ലെങ്കിലോ, കള്ളസത്യം ചെയ്താലോ ഈ വല്ലാഹി പറഞ്ഞതിന് പ്രായശ്ചിത്തം കൊടുക്കണം. ഭയങ്കര ഗൗരവമുള്ള ഒരു വിഷയമാണ്. ജീവിതത്തിൽ പറയരുതേ മക്കളെ, അത് വലിയ തെറ്റായ സംഗതിയാണ്. പ്രായശ്ചിത്തം കൊടുത്തില്ലെങ്കിൽ പരലോകത്ത് വലിയ കുടുക്ക് കൊടുങ്ങും, വലിയ പ്രയാസം വരും. ഞാനൊരു സത്യം ചെയ്യാം, ആ സത്യം പിഴക്കൂല എന്നെനിക്ക് ഉറപ്പാ. എന്റെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തത് ഈ റൗളയുടെ ഉള്ളിൽ നിന്നാണ് എന്ന് ഞാൻ സത്യം ചെയ്യാം, അത് പിഴക്കൂല. എന്തേ കാരണം? അവിടുന്ന് മണ്ണെടുത്തോടുത്തുനിന്നാണ് ഒരാൾ അങ്ങോട്ട് കൊടുക്കുക. ഒരാളെ സൃഷ്ടിക്കാൻ എവിടുന്ന് മണ്ണെടുത്തോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. നമ്മളൊക്കെ ചില സന്ദർഭത്തിൽ ദുബൈക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ട് നടക്കാതെ അവസാനം എപ്പോഴോ ഒന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ദുബൈ പോകാൻ വിസ കിട്ടി. അയാൾ പോലും ചിന്തിച്ചിട്ടില്ല അപ്പൊ പോവാൻ. ദുബൈയിൽ ചെന്നിറങ്ങി എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അനുഭവം. അയാൾ 10 കൊല്ലത്തിലധികം ഗൾഫിൽ പോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിസക്ക് പ്രവർത്തിച്ചിട്ട് ഒരു പള്ളിയുടെ പിരിവിന് വേണ്ടി പോകാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അയാൾ പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ഒരു വിസ അയാളെ തേടി വന്നു. അയാൾ വിസ എടുത്തു പോയി. ദുബൈയിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം റൂമിലെത്തിയിട്ട് ആദ്യം ചെയ്ത പണി ബാത്റൂമിലേക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാ. അവിടെ വെച്ച് അങ്ങ് മരിച്ചു. ചിന്തിക്കുക സഹോദര, എന്താ ഇപ്പത് അവസ്ഥ? ഇതിപ്പോ കൂടുതൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരണോ? എല്ലാവർക്കും അനുഭവമല്ലേ നമ്മളെ മരണം എപ്പോൾ സംഭവിക്കും. ആ മനുഷ്യനെ ദുബൈയിൽ മറവ് ചെയ്തു. അയാളെ മണ്ണെടുത്തത് അവിടെ നിന്നാണ്. അപ്പൊ അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്ന് ഖുർആൻ പറയും. എന്നിട്ട് ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ നമ്മൾ ബീജമായിരുന്നില്ലേ? ആ ബീജം തരം മാറിയിട്ട് എന്തായി? തൊട്ടാൽ ഒട്ടുന്ന തരത്തിലുള്ള രക്തക്കട്ടയായി മാറി. ആ രക്തക്കട്ട മാംസം അരച്ച് കുഴമ്പാക്കിയതുപോലെയുള്ള ലേഹപരുവത്തിലുള്ള ഒരു കുഴമ്പാക്കി മാറി, അലക്കത്തൻ. ആ വസ്തുവിനെ അള്ളാഹു തആല, ഇതൊക്കെ നമ്മളിൽ വന്ന പരിണാമമാണ്, നമ്മളിൽ വന്ന മാറ്റങ്ങളാണ്. അള്ളാഹു ആ ആയത്തിൽ 9 ഘട്ടം പറയുന്നുണ്ട്. ആ 9 ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. ആർക്കെങ്കിലും ലോകത്ത് എതിരഭിപ്രായമുണ്ടോ? ഒരാൾക്ക് എതിരഭിപ്രായമില്ലല്ലോ. മനുഷ്യൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബീജമായിരുന്നു, രക്തക്കട്ടയായിരുന്നു, മാംസക്കട്ടമായിരുന്നു. എന്നിട്ട് അള്ളാഹു തആല ഗർഭാശയത്തിൽ പിതാവിന്റെ നെഞ്ചിൽ നിന്നും ഉമ്മയുടെ മുതുകിൽ നിന്നും മാതാവിന്റെ നെഞ്ചിൽ നിന്നും പുറപ്പെട്ട ബീജത്തുള്ളികൾ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, നെഞ്ചിൽ നിന്നും മുതുകിൽ നിന്നുമായി പുറപ്പെട്ട ബീജങ്ങൾ രണ്ടും സംയോജിപ്പിച്ച് ഒരു ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് അല്ലാഹു തആല നിക്ഷേപിച്ചു. അത് ഗർഭാശയത്തിൽ വളർന്നു വന്നപ്പോൾ എല്ലുകൾ ഉണ്ടായി. പൂർണ്ണമായ എല്ലാണോ ശരീരം മുഴുവൻ? അല്ല, തെർമോകോൾ കൊണ്ട് പൊതിഞ്ഞു, അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. കേടുപാട് സംഭവിക്കാതെ അല്ലാഹു സുരക്ഷിതമാക്കി അതിൽ വളർത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തർക്കമുണ്ടോ? ഒരു നിരീശ്വരവാദിക്ക് തർക്കമുണ്ടോ?
അള്ളാഹു പറഞ്ഞ 9 ഘട്ടങ്ങളിൽ ഇനി ഏതാ ബാക്കി? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. ഇനി നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. ആർക്കോ തർക്കമുണ്ടോ? 8 എണ്ണമായി. ഈ 9 എണ്ണത്തിൽ 8 എണ്ണത്തിൽ ലോകത്ത് ജീവിക്കുന്ന ഒരു നിരീശ്വരവാദിക്കും തർക്കമില്ല. എല്ലാവരും ഇത് അംഗീകരിക്കും. പിന്നെ അള്ളാഹു അവിടെ നിർത്തിയിട്ടില്ല. സുമ്മ ഇന്നക്കും ഇലൈനാ തുബ്അസൂൻ, സുമ്മ ഇന്നക്കും ഇലൈനാ തുർജഊൻ. പിന്നെ നിങ്ങളെ എന്നെക്കൊള്ള മടക്കപ്പെടും. അവിടെയുള്ളൂ തർക്കം. ഞാൻ ചോദിച്ചോട്ടെ, 9 എണ്ണം അല്ല പറഞ്ഞതില് 8 എണ്ണവും സത്യമാണെന്ന് ഈ ലോകത്തുള്ള മുഴുവൻ നിരീശ്വരവാദി ഉൾപ്പെടെ സർവ്വ ആളുകൾക്കും ബോധ്യമാണെങ്കിൽ എടാ ആ 9ാമത്തതും കൂടി അങ്ങ് അംഗീകരിച്ചുകൂടെ? 8 എണ്ണം സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ, പിന്നെന്തിനു 9ാമത്തതിൽ തർക്കിക്കുന്നു? സുമ്മ ഇന്നക്കും ഇലൈനാ തുബ്അസൂൻ, പിന്നെ നിങ്ങളെ എന്നെക്കൊള്ള യാത്രയാക്കപ്പെടും. അവിടെയാപ്പ തർക്കമുള്ളത്. മരണത്തിന് ശേഷം ജീവിതമുണ്ടോ ഇല്ലേ? എന്തിനു തർക്കിക്കണം? ഒരു ഡസൻ കാര്യം പറഞ്ഞ 11 എണ്ണം ശരിയാണെങ്കിൽ എന്തിനാ ഈ 12ാമത്തത് ഒഴിവാക്കാൻ? എന്താ ന്യായം? മരണത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ 8 എണ്ണത്തിൽ 7 എണ്ണവും ഞാൻ നിങ്ങൾ അനുഭവിച്ചു കേട്ടോ. ഇനി 2 എണ്ണേ ബാക്കിയുള്ളൂ. ഏത്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. ഇനി നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. അതിലാർക്കും തർക്കമില്ല. അതിവിടെ നടക്കും. എപ്പോൾ നടക്കും? എവിടെ വെച്ച് നടക്കും? നമുക്കൊന്നും പറയാൻ കഴിയില്ല എപ്പോഴാ നടക്കുക. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് അവൻ എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആലിമീങ്ങൾക്ക് പറയാൻ പറ്റും. സ്വാലിഹീങ്ങളും മഹാന്മാരുമായ ആളുകൾക്ക് അത് പറയാൻ കഴിയും. സാധാരണക്കാരന് പറയാൻ കഴിയില്ല എന്നാ ഈ ആയത്തിൽ പഠിപ്പിച്ചത്. അപ്പൊ മരിക്കും, അതുറപ്പാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാര് ചോദിച്ചു, നെഹ്റുജി താങ്കൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഞാൻ അടുത്തൊന്നും മരിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പ്രധാനമന്ത്രിയെ തിരയുന്നത്? 2 ദിവസം പൂർത്തിയായില്ല, പ്രധാനമന്ത്രി മരിച്ചു. ഒരു സെറ്റ് ഡോക്ടർമാർക്കിടയിൽ ജീവിച്ചപ്പോ പ്രധാനമന്ത്രി വിചാരിച്ചത് ഈ 12 ഡോക്ടർമാർ, 1 ഡസൻ ഡോക്ടർമാർ എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ നിമിഷവും അവർ നോക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഡോക്ടർമാർക്കിടയിൽ ജീവിച്ചപ്പോ അന്തം വിട്ടുപോയി. മരണത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഒരു വിശ്വകരൻ ഒരു കാർഡിയോളജിസ്റ്റിനെ മംഗലാപുരത്ത് കൊണ്ടുവന്നു. ആ പത്രം ഞാൻ ഇന്നും അത്ഭുതത്തോടു കൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈമിടാൻ മാത്രമുണ്ടത്, കണ്ണാടിയിലിട്ട് സൂക്ഷിക്കാൻ മാത്രമുണ്ട് ആ പത്രം. ആ മംഗലാപുരത്ത് വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വ്യക്തിയായി ഇന്ത്യയിൽ വന്ന് മംഗലാപുരത്ത് താവളമടിച്ചു. നാളെ കേരളത്തിലെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കാർഡിയോളജിസ്റ്റുകൾക്ക് അയാൾ ക്ലാസ് എടുക്കാൻ പോവാണ്. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരും, എന്തുകൊണ്ട് സംഭവിക്കും, അങ്ങനെ ചോദിച്ചു. പലരും പത്രക്കാരൊക്കെ രാത്രി അയാൾ ഇന്റർവ്യൂ ചെയ്തു. നാളെ പത്രത്തില് ഇദ്ദേഹത്തിന്റെ ക്ലാസിന്റെ പ്രാധാന്യം ഇന്ന് എല്ലാവരും വിളംബരം ചെയ്തു. നാളെ നടക്കാൻ പോണ ക്ലാസ്സിന് വിവിധ നാടുകളിൽ നിന്ന് വലിയ വലിയ തെരഞ്ഞെടുത്ത പണ്ഡിതന്മാർ, വിശ്വകരന്മാർ, കാർഡിയോളജിസ്റ്റുകൾ മംഗലാപുരത്ത് വന്ന് റൂമെടുത്ത് കൂടിയിരിക്കുക. പിറ്റേ ദിവസം അയാളുടെ പത്രക്കാർ ചോദിച്ചു, ഹാർട്ട് അറ്റാക്കിന് ക്ലാസ് എടുക്കാൻ വന്ന താങ്കൾ അറ്റാക്കിനെ കുറിച്ച് വല്ലതും സംശയിക്കുന്നുണ്ടോ? താങ്കൾക്ക് എനിക്ക് അറ്റാക്കിന്റെ സാധ്യതയില്ല. അയാൾ പറയാണ്, എനിക്ക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പിറ്റേ ദിവസം ക്ലാസ് എടുക്കാനുണ്ടായില്ല. നേരം വെളുത്ത് നോക്കുമ്പോ പത്രത്തിൽ ഫസ്റ്റ് പേജിൽ അയാളുടെ തല മാത്രം, പ്രാധാന്യത്തോടെ കൊടുത്തത് ഫസ്റ്റ് പേജിൽ ഇയാളെ തല മാത്രം ഒരു ഫോട്ടോ. അന്തരിച്ചു പോയി, അറ്റാക്ക് പിടിച്ച് അന്തരിച്ചു. MESന്റെ സ്ഥാപകൻ ഡോക്ടർ ഗഫൂർ പരസ്യ പ്രസംഗം നടത്തി, ഹാർട്ട് അറ്റാക്കിനെ തൊട്ട് ഞാൻ മുക്തനാണ്. ആക്ഷേപസ്വരത്തിലല്ല കേട്ടോ പറയുന്നത്. ഇതൊന്നും ഒരു കുറ്റപ്പെടുത്തലിന്റെയും ആക്ഷേപസ്വരത്തിലും അല്ല പറയുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഡോക്ടർ ഗഫൂർ പ്രസംഗിച്ചു. ഒരു രോഗിയെ, പ്രഗത്ഭനായ ഡോക്ടറാ, വളരെ ദൂരത്തുനിന്ന് ഒരു രോഗിയെ പരിശോധിക്കുന്നത് ഇവിടെ വെച്ചിട്ട് അയാൾ വെറുതെ അങ്ങനെ നോക്കിയാൽ മതി. ആ രോഗിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഞരമ്പിന് തകരാറുണ്ടെന്ന്, അയാൾ ന്യൂറോളജിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ അയാൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിലും, ഞരമ്പ് രോഗത്തിനെ കുറിച്ച് പ്രത്യേകം അയാൾ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിലും, ഇവിടുത്തെ ഒരു ന്യൂറോളജിസ്റ്റിനെ കവച്ചു വെക്കുന്ന ഒരു അപൂർവമായ കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാവരും സമ്മതിച്ചതുവാ.
ദൂരത്ത് നിന്നിട്ട് അയാൾ രോഗിയെ പരിശോധിക്കുന്നത് ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അയാൾ പറയും ഈ രോഗിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഞരമ്പിന് തകരാറുണ്ടെന്ന്. അതിൽ വലിയ മികവ് തെളിയിച്ച് കഴിവ് തെളിയിച്ച ആളയാള്. പക്ഷെ അയാൾ പ്രസംഗിച്ചു ഹാർട്ട് അറ്റാക്കിന് തൊട്ട് ഞാൻ മുക്തനാണെന്നൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഒരു രോഗിയെ പരിശോധിച്ച് അദ്ദേഹത്തിന് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടിരിക്കാൻ, മരുന്ന് എഴുതാൻ വേണ്ടി പേന പിടിച്ച് ലെറ്റർ ഹെഡിൽ പേന വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഗഫൂർ മരണപ്പെട്ടത്. ഇതൊന്നും വലിയ വലിയ കഥകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഗതിയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാ സംഭവിക്കുക എന്ന് പറയാൻ പറ്റുമോ? ദീർഘകാലം ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പലരും 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 ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ നേതാവും സർവരാലും പടച്ചവനെ പലരും പലരും എന്ന് ദുആ ചെയ്തത് ഞാൻ ഓർക്കുന്നു. എന്റെ ആയുസ്സിൽ നിന്ന് ഒരു 10 വർഷം എടുത്തിട്ടെങ്കിലും ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച പണ്ഡിതന്മാരുണ്ട്. ആ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവരെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ പണ്ഡിതൻ 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞു. അപ്പൊ ജീവിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മനുഷ്യൻ പിരിയും. മരിക്കും, അതിൽ സംശയമില്ല. എപ്പോൾ മരിക്കും ആർക്കും പറയാൻ സാധ്യമല്ല. എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും പറയാൻ സാധ്യമല്ല. ഇത് നമ്മുടെയൊക്കെ അനുഭവമാണ്. വർദ്ധിച്ചു വരുന്ന മരണം, വാഹനാപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ച സ്ഥിതിക്ക് ഇനി കൂടുതൽ അതിനുവേണ്ടി സമയം കളയേണ്ടതില്ല. മരിക്കും, മരണത്തിന് ശേഷം ഒരു ജീവിതവുമുണ്ട്. നമ്മളൊക്കെ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത് കക്കടിപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. മലപ്പുറം ജില്ലക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങ് ദൂരത്തുനിന്നൊക്കെ വന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കക്കടിപ്പുറം കേട്ടിട്ടുണ്ടാവണം. കാരണം വലിയ ഒരു ആത്മീയ പണ്ഡിതൻ ജീവിച്ചിരുന്ന നാടാണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് വരുന്ന സമയമാണ്. ഈ അടുത്ത് അവരുടെ ഉറൂസ് നടക്കാൻ പോവാ. വഫാത്തായിട്ട് ഈ അടുത്ത കാലത്ത് വഫാത്തായി. അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് ജീവിതത്തിൽ ചെയ്തിട്ടില്ലെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. മനഃപൂർവ്വം ഒരു കറാഹത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്ന് വലത്തോട്ട് തുപ്പൽ കറാഹത്താ, മുന്നിലേക്ക് തുപ്പൽ കറാഹത്താ, ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താ. ഖിബലാന്റെ നേരെ ഇപ്പൊ നിങ്ങളൊക്കെ ഈ തിരിഞ്ഞിരിക്കുന്നത് ഖിബലന്റെ നേരെയാ. ഖിബലാന്റെ നേരെ തുപ്പിയ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരുമ്പോ അവൻ തുപ്പിയ ഉമിനീര് മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന. അങ്ങനെ സ്വാലിഹീങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ മനുഷ്യൻ വരുമ്പോ, സ്വാലിഹീങ്ങൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മഹശറിയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ അല്പം ഒരു മിന്നലേട്ടം ഞാൻ നടത്തും എല്ലാത്തിനും. ഖബറും മഹശറിയും ഒക്കെ ഒന്ന് പറയും. ആ കൂട്ടത്തിൽ പറയാൻ സൗകര്യം കിട്ടിയെങ്കിൽ പറയാം, വിശദമായിട്ട് പിന്നീട് പറയാം. മഹശറിയിലെ ജനങ്ങൾ എത്ര ജനങ്ങളുണ്ടാവും? ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര മനുഷ്യന്മാരുണ്ടാവും? ജിന്നുകൾ എത്ര ഉണ്ടാവും? കണക്കൂട്ടാൻ കഴിയുമോ? അവരെ മുഴുവനും അല്ലാഹ് മഹശറിയിൽ ഒരുമിച്ച് കൂട്ടുമല്ലോ. ഒരൊറ്റ എണ്ണം എവിടെയും വിട്ടുപോകൂല. എല്ലാവരെയും അല്ലാഹു തആല മഹശറിയിൽ ഒരുമിച്ച് കൂട്ടും. ആ മഹശറിയിൽ ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യന്മാരെ എത്ര വരിയായിട്ടാ അല്ലാഹ് നിർത്തുക? സൊഫായിട്ടാ നിർത്തുകയാണ്. അതൊക്കെ അല്ലാഹു തആല കറക്റ്റ് ഇങ്ങനെ വരി ഒപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്തും. എത്ര വരി? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 120 സൊഫ മഹ്ശറിയിലെ വരി. മഹ്ശറിയിലെ ജനങ്ങളെ അല്ലാഹു തആല നിർത്തുന്നത് 120 സൊഫാണ്. അതിൽ 3 സൊഫ് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാനുള്ളൂ. 117 വരിയും നരകത്തിലേക്കാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു തആല 3 വരിയിൽ നമ്മളെ കൂട്ടിത്തരട്ടെ. 2 കാലിങ്ങനെ വെക്കാൻ ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി. 2 കാലിങ്ങനെ അടുപ്പിച്ചിട്ട് നിസ്കാരത്തിൽ നിൽക്കുമ്പോ 2 കാല് ഒരു ചാൺ അകലത്തിൽ വെക്കാം. ഒരു ചാണിൽ കൂടുതൽ വികസിപ്പിച്ചു വെച്ചുകൂടാ. 2 കാലും മുട്ടിച്ചു വെച്ചുകൂടാ. അത് രണ്ടിന്റെയും ഇടയിൽ ഒരു ചാണിന്റെ അകലം പറ്റും. അങ്ങനെ പോലും നിൽക്കാൻ പറ്റൂല. അത് രണ്ടും കൂടി കൂട്ടി അടുപ്പിച്ചിട്ട് വെച്ചിട്ട് 2 കാല് ചവിട്ടാൻ സ്ഥലം കിട്ടിയെങ്കിൽ വിജയിച്ചൂതാ. ഫായിസീങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവനാ. ഉലൈക ഹുമുൽ ഫായിസൂൻ, ആ കൂട്ടത്തിൽപ്പെട്ടവനാ. ഇതാണ് മഹ്ശർ. അവിടെ നിൽക്കാനുള്ളവരാ നമ്മള്. ആ 3 വരി നിൽക്കണ ഭാഗത്തേക്ക് ഈ തുപ്പിയവൻ അടുക്കാൻ സമ്മതിക്കൂല. എന്തേ? ഈ ഖിബലന്റെ ഭാഗത്തേക്ക് തുപ്പിയവനാണ്. ഇത്രത്തോളം നമ്മൾ ആരെങ്കിലും വല്ല മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? പടിഞ്ഞാട്ട് തുപ്പുന്നതിനോ വലത്തോട്ട് തുപ്പുന്നതിനോ മുൻഭാഗത്തേക്ക് തുപ്പുന്നതിനോ ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? അതാരും പ്രശ്നമാക്കാറില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കല് ഹറാം അല്ലെങ്കിലും ചില സംഗതി വളരെ മോശമാണ്.
ചെയ്യാൻ പാടില്ല. നമ്മൾ അത് ഹറാമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല മക്കളെ, ഹറാം അല്ലാത്ത ചില സംഗതി കൊണ്ട് വേറെ ചില ദോഷം വരാനുണ്ട്. അതങ്ങനെ കുറെ ചെയ്യുമ്പോ നമുക്ക് കുറെ മോശങ്ങൾ അതുകൊണ്ട് വരാനുണ്ട്. ഇത് കണ്ടോ, ഇത് ഹറാമൊന്നുമല്ല. നരകത്തിലിട്ട് ശിക്ഷിക്കൂലെങ്കിലും ആ സ്വാലിഹീങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഇതെല്ലാം സമ്മതിക്കൂല. ഈ 3 വരിയിൽ കയറാൻ പറ്റൂല. ഇതൊരു വലിയ സങ്കടല്ലേ? ഇതുപോലും അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു സ്വാലിഹായ മനുഷ്യനാ കക്കിടിപ്പുറം മുസ്ലിയാർ. ഈ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ ഉസ്താദ് തന്റെ പന്താവൂർ ഉള്ള വയലിന്റെ സമീപത്തുള്ള പള്ളിയിൽ നിന്ന്, അവിടത്തെ കുളത്തിൽ നിന്ന് കുളിച്ച് നിസ്കരിച്ച് പൊന്നാനിയിലേക്ക് ജുമാക്ക് പോവാ. കാൽനടയായി കിലോമീറ്ററുകൾ നടക്കണം. ആ വയൽ വരമ്പിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു ജീവിയുടെ കരച്ചില് കേട്ടു. തന്റെ ശിഷ്യന്മാര് കൂടെയുണ്ട്. ചോദിച്ചു, മക്കളെ എന്താണ് ആ ശബ്ദം? അതൊരു തവള കരയുന്നതാണ്. എന്തിനാണ് ആ തവള കരയുന്നത്? നോക്കൂ നിങ്ങൾ. നോക്കുമ്പോൾ ഒരു തവള കരയുന്നത് കഠിനമായ വിഷമുള്ള ഒരു സർപ്പത്തിന്റെ വായിൽ അതിന്റെ കാല് കിടക്കുന്നു. ഈ കാല് കടിച്ചുകൊണ്ട് ആ പാമ്പ് നിൽക്കുകയാണ്. തല ഇങ്ങനെ തൂങ്ങിക്കളിച്ചുകൊണ്ട് ആ തവള കരയുന്നു. ഭയങ്കരമായ കരച്ചിൽ കരയുന്നു. ഈ ശിഷ്യന്മാര് പറഞ്ഞു, ഒരു തവളയെ പാമ്പ് കടിച്ചതാണ്. ഉടനെ തന്നെ ഉസ്താദ് അവിടെ ഇരുന്നു, ആ വയൽ വരമ്പത്തിരുന്നു. മക്കളെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്തു മനസ്സിലാകാൻ? ഒരു പാമ്പ് തവളയെ പിടിച്ചു, തവളക്ക് കടിയേറ്റു, വിഷം കേറിയപ്പോ വേദനിച്ചത് കരയുന്നു. അതിലപ്പുറം എന്ത് മനസ്സിലാവാൻ? സ്വാലിഹീങ്ങൾ അങ്ങനെയല്ല. സ്വാലിഹീങ്ങളായ ആളുകൾ എന്തെങ്കിലും ഒരു സംഗതി കണ്ടാൽ അതിന്റെ പിന്നിൽ അവരുടെ ചിന്തയങ്ങോട്ട് വിടും. ദീർഘമായ വീക്ഷണങ്ങൾ, ചിന്തകൾ നടത്തും. ഒരു തലയിലേക്ക് ഒരു ആപ്പിൾ വീണപ്പോ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചില്ലേ? സ്വാലിഹീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, പാരത്രിക ലോകത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ തവളയെ കുറിച്ച് അതാ കക്കിടിപ്പുറം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നു. മക്കളെ, ഈ തവള ഇന്ന് രാവിലെ അതിന്റെ മാളത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നല്ല ഭക്ഷണം പ്രതീക്ഷിച്ച് വന്നതാകില്ലേ? അതതിന്റെ ഇര തേടി പോന്നതാകില്ലേ? നിങ്ങൾ നല്ല സുഭിക്ഷമായ ആഹാരം, തവളയുടെ ഭക്ഷണങ്ങളിൽ പെട്ട ഒരാഹാരം ആ തവളയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു നോക്കൂ. ആ തവള അത് ഭക്ഷിക്കുമോ? ശിഷ്യന്മാര് പറഞ്ഞു, ഇല്ല, ആ തവള ഭക്ഷിക്കില്ല. എന്തേ ഭക്ഷിക്കാത്തത്? അതിപ്പോൾ പാമ്പിന്റെ വായിലാണ്. തവളക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണോ? അല്ല, തവളക്ക് വിശപ്പുണ്ട്. ആ തവള ഭക്ഷണം തേടിയല്ലേ ഇറങ്ങിയത്? അതേ തവള ഭക്ഷണം തേടിയാ ഇറങ്ങിയത്. പക്ഷേ തവളക്കിപ്പോൾ ഭക്ഷണം വേണ്ട. ഇരിക്കട്ടെ, ഈ തവള ഒരു ആൺതവളയാണെന്ന് വെച്ചോ. നല്ല ആരോഗ്യമുള്ള ആൺതവളയാണ്. ആൺതവള പെൺതവളയുമായി കാമിക്കാറുണ്ട്, ഇണചേരാറുണ്ട്. നല്ല സുന്ദരിയായ ഒരു പെൺതവളയെ ഈ ആൺതവളയുടെ മുമ്പിൽ വെച്ച് കൊണ്ടുപോയി വെച്ചു കൊടുത്തു നോക്കൂ. ഈ ആൺതവള ആ പെൺതവളയിലേക്ക് കാമിക്കുമോ? ശിഷ്യന്മാര് പറഞ്ഞു, ഇപ്പോൾ അത് കാമിക്കില്ല, അതിന് വികാരമില്ല. അതിപ്പോൾ ആ പെൺതവളയിലേക്ക് വികാര ശമനത്തിന് വേണ്ടി, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അടുക്കുകയില്ല. എന്തേ? സാധാരണ ഈ തവള പെൺതവളയുമായി ഇണചേരാറുണ്ടല്ലോ, ഇപ്പോഴെന്താണ് ഇണചേരാത്തത്? അതിപ്പോഴൊരു പാമ്പിന്റെ പിടിയിലാണ്, പാമ്പിന്റെ പിടുത്തത്തിലാണ്. അതുകൊണ്ടാണ് വിഷം കേറിയിട്ട് വേദനിച്ചുകൊണ്ട് പെടയുകയാണ്. അതാണിപ്പോൾ ഒരു പെൺതവളയിലേക്ക് കാമിക്കാത്തത്. ഉടനെ തന്നെ അതാ ഉസ്താദ് ചോദിക്കുന്നു, ഒരു പാമ്പിന്റെ പിടിയിൽ അമർന്നതിന്റെ പേരിൽ ആ ആൺതവളക്ക് ഇപ്പോൾ പെണ്ണിലേക്ക് പ്രേമമില്ല, ആ തവളക്കിപ്പോൾ അതിന്റെ ഭക്ഷണത്തിനോട് ആർത്തിയില്ല എങ്കിൽ അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു മരണത്തിന്റെ പിടിയിലാണ്. മരണത്തിന്റെ പിടിയിലായപ്പോൾ നമുക്കെങ്ങനെ ഭക്ഷണത്തോട് ആർത്തി ഉണ്ടാകും? നമുക്കെങ്ങനെ പെണ്ണിനോട് വികാരവും കാമവും ഉണ്ടാകും? അഥവാ മരണത്തിന്റെ പിടിയിൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല ജന്മം നൽകുമ്പോ 4 മാസം ഗർഭമാകുന്ന സമയത്ത്, ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുമ്പോൾ, ആ കുട്ടിക്ക് 4 മാസമാകുന്ന സമയത്ത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, വഅർസല ഇലൈഹി മലക്കാ, അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും. ആ ഗർഭസ്ഥ ശിശുവിൽ ചെന്ന് ഈ മലക്ക് ഊതും.
ആത്മാവിനെ നിക്ഷേപിക്കും. ആ സമയത്ത് നേരത്തെ അള്ളാഹുവിനറിയാം ഈ കുട്ടി എത്ര ശ്വാസം വലിച്ചുവിടും. അള്ളാഹു തആല 100 ശ്വാസമാണ് ഈ കുട്ടി ദുനിയാവിലേക്ക് വന്നിട്ട് വലിച്ചുവിടാൻ തീരുമാനിച്ചതെങ്കിൽ 100 ശ്വാസം വലിച്ചുവിടാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. ദുനിയാവിലേക്ക് വന്ന് എനിക്കും നിങ്ങൾക്കും അള്ളാഹു 100 ശ്വാസോച്ഛ്വാസമാണ് തന്നതെങ്കിൽ 10 വലിച്ചുവിട്ടാൽ 90 ബാക്കിയുള്ളൂ. മരണത്തിലേക്ക് അത്രയും അടുത്തില്ലേ? 80 വലിച്ചാൽ ഇനി 20 ബാക്കിയുള്ളൂ. 90 വലിച്ചുവിട്ടാൽ ഇനി 10 ബാക്കിയുള്ളൂ. 99 വലിച്ചുവിട്ടാൽ ഇനി 1 ബാക്കിയുള്ളൂ. അപ്പോൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 100ാമത്തെ ശ്വാസം വലിച്ചുവിട്ടാൽ മരണം പൂർത്തിയായി. അപ്പോൾ ഞാനും നിങ്ങളും ഇപ്പോൾ എന്താണ്? മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാ മരണം പൂർത്തിയാവുക? അവസാന ശ്വാസം പിരിയുന്നതോടുകൂടി. ഇങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന ചിന്തയുള്ള ഒരു മനുഷ്യൻ ഈ തവളയുടെ മുമ്പിൽ, സർപ്പത്തിന്റെ പിടിയിൽ കിടന്ന് പിടയുന്ന തവളയുടെ മുമ്പിൽ നല്ല സുഭിക്ഷമായ ഫ്രൂട്ട്സുകൾ, ഭക്ഷണങ്ങൾ കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ ആ തവള അതിലേക്ക് ആകർഷിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ, ഒരു പെൺതവളയിലേക്ക് അത് കാമിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ, മരണത്തിന്റെ പിടിയിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങൾ എങ്ങനെ ആസ്വദിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. അതെങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും? അതാണല്ലോ സ്വാലിഹീങ്ങളായ ആളുകൾ ദുന്യാവ് വേണ്ടാത്തത് കൊണ്ടാ. അള്ളാഹുവിന്റെ റസൂല് ദുന്യാവിൽ അനുഭവിച്ച പട്ടിണിയും ദാരിദ്ര്യവും വിഷമങ്ങളും എത്രയാണ്? ഇല്ലാത്തത് കൊണ്ടാണ്, വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ. ഉഹദ് പർവ്വതം വന്ന് ഞാൻ ഒന്നായിട്ട് സ്വർണമായി തരാം നബിയേ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതല്ലേ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോൾ ആ വിഭവ സമൃദ്ധമായ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇരുന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേറ്റ് പോയി. ധാരാളം സർവന്റുകളുണ്ട്, ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ ആളുണ്ട്, മാറി മാറി ആളുകൾ ഉണ്ട്. അവര് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ കുഴപ്പം കൊണ്ടാണോ എഴുന്നേറ്റ് പോയത്? രുചിയില്ലാത്തത് കൊണ്ടാണോ പോയത്? അതല്ല താങ്കൾ ഇഷ്ടപ്പെട്ടതല്ലയോ ഞങ്ങൾ ഉണ്ടാക്കി തന്നത്? എന്തിനാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോയത് എന്ന് പറഞ്ഞ് അവരവരുടെ വിഷമം അറിയിച്ചപ്പോൾ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറവ് കൊണ്ടല്ല ഞാൻ പോയത്. ഞാൻ ഉദ്ദേശിച്ച ഭക്ഷണം ഉണ്ടാക്കി തരാത്ത പരാതിയും എനിക്കില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള യഥേഷ്ടം സ്വത്ത് ഇവിടെ ഉണ്ട് താനും. മദീന കണ്ട ഏറ്റവും വലിയ കോടീശ്വരനാണ് അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ? എടുത്ത് ഉണ്ടാക്കാൻ മാത്രം വിഭവം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ അത് ഉണ്ടാക്കാത്തത് എന്താണ്? ദുനിയാവിൽ ഇത്ര സുഖസമ്പൂർണമായ ഭക്ഷണം എനിക്ക് തന്നെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് എടുത്തു തരികയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇതിന്റെ കുറവ് അവിടെ കാണും, സ്വർഗത്തിൽ കാണും. ഇതിന്റെ കുറവ് സ്വർഗത്തിൽ കാണും. ഈ ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഇത്രമാത്രം സുഖം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. ഈ സുഖം എനിക്ക് ദുനിയാവിൽ കിട്ടിയെങ്കിൽ അതെനിക്ക് സ്വർഗത്തിൽ കുറഞ്ഞു പോകുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ച് കരഞ്ഞുകൊണ്ടങ്ങ് എഴുന്നേറ്റ് പോയ ചരിത്രം സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാത്തത് കൊണ്ടല്ല മക്കളെ, ഉള്ളത് വേണ്ടാന്ന് വിചാരിച്ചതാണ്. ദാരിദ്ര്യം സ്വീകരിച്ചു. എന്തിന് ദാരിദ്ര്യം സ്വീകരിച്ചു? ഈ ചിന്ത, ഈ പാമ്പിന്റെ പിടിയിൽപ്പെട്ട തവളയുടെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരുന്നെങ്കിൽ, ഞാൻ ഇവിടെ കൊലപാതകം നടത്തിയാൽ, മാതാപിതാക്കളെ ആക്രമിച്ചാൽ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് വൈകുന്നേരം പാർട്ടി ഓഫീസുകളിൽ കയറിയിരുന്നിട്ട് അഭിമാനം കൊള്ളുക, തെറ്റ് ചെയ്തിട്ട് അഭിമാനം കൊള്ളുക. എത്ര വണ്ടിയാ തടഞ്ഞു തീറി? ഞാനാ അതൊക്കെ തടഞ്ഞത്. അപ്പൊ മറ്റോ പറയാണ്, എടാ ഞാനാ മുട്ടി വലിച്ചിട്ട്. നീ ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല, ഞാനാ ചെയ്തത്. വൈകുന്നേരം പാർട്ടി ഓഫീസുകളിൽ ഇരുന്നിട്ട് ഹർത്താലിന്റെ, ബന്ദിന്റെ, പണിമുടക്കിന്റെ അന്ന് ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരം പറഞ്ഞ് അഭിമാനം കൊള്ളുക. വൈകുന്നേരം പാർട്ടി ഓഫീസിൽ പച്ച ഹറാമാണ്. ഒരു തെറ്റ് ചെയ്തതിന് അഭിമാനം കൊള്ളൽ ഹറാമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ, ആധികാരിക കർമ്മശാസ്ത്രത്തിന് ഫത്വ കൊടുക്കുന്ന ഗ്രന്ഥമാണ് തുഹഫ, അതിൽ എഴുതി വച്ചിരിക്കുന്നു.
തെറ്റ് ചെയ്താൽ അതെടുത്ത് അഭിമാനം പറയൽ ഹറാമാണ്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ? പാർട്ടി ഓഫീസിൽ ഇരുന്നിട്ട് അഭിമാനം പറയല്ലേ? ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നത് എന്താണ്? പടച്ചവനെ, ഈ മനുഷ്യരെ ഞാൻ ദ്രോഹിച്ചതിന് നാളെ എനിക്ക് പ്രതികാരമുണ്ടാകുമല്ലോ. നാളെ പരലോകത്ത് അള്ളാഹു വിചാരണക്ക് നിർത്തുമ്പോ ഈ ദുന്യാവിലുള്ള സർവ്വ സൃഷ്ടികളും ഉണ്ടാകും. മനുഷ്യൻ മാത്രല്ല, ജിന്നുകൾ മാത്രല്ല, മൃഗങ്ങളും ഉണ്ടാകും. മൃഗങ്ങൾക്ക് സ്വർഗമുണ്ടോ? ഇല്ല. മൃഗങ്ങൾക്ക് നരകമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ അവകളെ ഈ 50,000 കൊല്ലൊക്കെ നിർത്തുന്നത്? പരലോകത്തേക്ക് തന്നെ വരുത്തണ്ടെന്ന് വെച്ചാ പോരെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മൃഗങ്ങളെ അള്ളാഹു താല പരലോകത്തേക്ക് എന്തിനാ കൊണ്ടുവരുന്നത്? ആ മൃഗങ്ങളും കാത്തുകെട്ടി കിടക്കുകയാണ്, മനുഷ്യന്മാര് കാത്തുകെട്ടി കിടക്കുകയാണ്. അള്ളാഹു താല റഹ്മത്തിന്റെ ഒരു തിരുനോട്ടം നമ്മിലേക്ക് നോക്കുന്നില്ല. കുറേ നിന്നു. ആദം നബിന്റെ അടുക്കൽ ചെന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വാപ്പയല്ലേ, ഒന്ന് പോയി പറ അള്ളാഹിനോട്, ഈ നൃത്തം ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, ഇവിടെ നിൽക്കാൻ എന്തായാലും വയ്യ. ആദം നബിന്റെ കൗമാ പോവാ, നമ്മളവിടെ അപ്പോഴും സ്റ്റഡി ആയിട്ടുണ്ടാവും, നമ്മളെവിടെയും പോവില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോയി. ആദം നബി, ഇന്ന റബ്ബീ ഖദ് ഗളിബൽ യൗമ ഗൾബൻ ശദീദൻ ല യഗ്ളിബു മിസ്ലഹു ഖബ്ലഹു, എന്റെ റബ്ബ് ഇന്നത്തെ പോലെ പണ്ടൊരിക്കലും ദേഷ്യം പിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കയ്യൂല മക്കളെ, പോയിക്കോ. ആദം നബിന്റെ കൗമ തിരിച്ചു പോന്നു. അപ്പൊ നൂഹ് നബിന്റെ കൗമ പറയുന്ന നമ്മൾ പോയി നോക്കാം. നൂഹ് നബിന്റെ കൗമ പോയി. നൂഹ് നബിനോട് ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് പോയിട്ട് തോന്നി ഞങ്ങളെ കാര്യം പറ, ഈ കൗമ മുഴുവനും വിഷമിച്ച് നിൽക്കുക, അപ്പൊ ഞങ്ങളൊന്ന് ഇടപെട്ടതാ. നൂഹ് നബി പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയൂല. നൂഹ് നബി വിട്ടു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൗമ, ഞങ്ങളൊന്ന് ഉപയോഗട്ടെ. സർവ്വ നബിമാരെ കൗമും പോകും, ഉമ്മത്ത് മുഹമ്മദിയത്ത് മാത്രം പോകൂല. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ അവിടെ നിന്നും പോകൂല. അവരാ പിന്നെ പറയുന്ന ഞങ്ങള് കാണിച്ചു തരാ, നമ്മൾ പോയി പറയും. അല്ല, എന്നേരം ആദിക്കനാ പണിയാണ്. അള്ളാഹു തആല പറഞ്ഞില്ലേ, പരലോകത്ത് എല്ലാവരും പോയി നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവൻ എന്തിനാ ആദിക്കനാ പണിക്ക് പോണത്? അള്ളാഹ് നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിച്ചു തന്നിരിക്കുക, റസൂലുള്ളാഹിനെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കണം. മഹ്ശറിൽ ഇങ്ങനെ എല്ലാവരും എന്ത് പറയും? എല്ലാവരും പോയി നോക്കും, ഒരു കാര്യം ഉണ്ടാവൂല അല്ലേ? പിന്നെ ആദിക്കനാ പണിക്ക് പോണോ? അത് പോണത് നമ്മളല്ല, കഴിഞ്ഞ കാല നബിമാർ അവരുടെ കൗമ അവരുടെ നബിമാരുടെ അടുക്കൽ പോവാണ്. ലാസ്റ്റ് നമ്മൾ പറയും, അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയാൽ നടക്കും. അപ്പൊ നമ്മൾ പറയും, നമ്മൾ പോയി നോക്കാം. പോകും, അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കൽ ചെല്ലും. തങ്ങളോട് ചെന്നിട്ട് പറയും, നബിയേ, കൗമെല്ലാം വിഷമത്തിലാണ്, എല്ലാ അമ്പിയാക്കന്മാരും കൈയൊഴിച്ചു, അതുകൊണ്ട് ഇതൊന്ന് പരിഹരിക്കുക. അനലഹ, അത് ഞാൻ തന്നെ ചെയ്യേണ്ടത്, അതിന്റെ ആള് ഞാൻ തന്നെ. അവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ഇത് അള്ളാഹുവിനോട് ചെന്നിട്ട് ഇതൊന്ന് വിചാരണക്കെടുത്ത് തീരുമാനമാക്കാൻ പറയാണ്. വിചാരണക്കെടുത്ത് തീരുമാനമാക്കുമ്പോഴാണ് അതുവരെ കാത്തുകെട്ടിക്കിടന്ന മൃഗങ്ങളെ അള്ളാഹു തആല തീരുമാനാക്കുന്നത്. അതുവരെ ആ മൃഗങ്ങളും കിടക്കാണ്. എന്തിനീ മൃഗങ്ങൾ കിടക്കുന്നു? കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ കുത്തി വേദനിപ്പിച്ചിട്ട് കൊമ്പില്ലാത്ത മൂരി തിരിച്ചു പോയിട്ടുണ്ട്, കൊമ്പുള്ള മൂരി അവിടെ അഭിമാനം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹു തആല ദുനിയാവിൽ കൊമ്പില്ലാതെ കുത്തപ്പെട്ട ആ മുറിവേൽക്കപ്പെട്ട മൂരിക്ക് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തടാന്ന് പറയും. പ്രതികാരം, ആലമുൽ ജസാ, പ്രതിഫലത്തിന്റെ ലോക. തിരിച്ചു കുത്തിയിട്ട് കൂനി തുറാബ, മണ്ണായി പോയിക്കോ. ഇത് കണ്ടിട്ട് തെമ്മാടികൾ, കാഫറുകൾ പറയും, യാ ലൈതനീ കുന്തു തുറാബ, ഞാനും മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കണേ നിങ്ങൾ, ഈ മൃഗങ്ങളെപ്പോലും സ്വർഗമില്ല, നരകമില്ല. മൃഗങ്ങൾക്ക് സ്വർഗമില്ല, മൃഗങ്ങൾക്ക് നരകമില്ല. സ്വർഗത്ത് കടക്കണ ചില വസ്തുക്കളുണ്ട്, മനുഷ്യന്മാരല്ലാത്ത ചില വസ്തുക്കൾ, 8-10 വസ്തുക്കൾ സ്വർഗത്ത് കടക്കുന്ന കൂട്ടത്തിൽ ഒന്നാണ് അൽക്കഹഫിന്റെ നായ. മൃഗങ്ങളെ കൂട്ടത്തിൽ അൽക്കഹഫിന്റെ നായ സ്വർഗത്ത് പോകും, അള്ളാന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ. അങ്ങനെ ഒരു നായ സ്വർഗത്ത് പോണത് ഒഴിച്ച് മൃഗങ്ങളിൽ ഇതുപോലത്തെ ഒരു 8-10 ചില വസ്തുക്കളും ജീവികളും ഒഴിച്ച് ബാക്കി സർവം അല്ലാഹു തആല നശിപ്പിച്ചു കളയും, മണ്ണാക്കി കളയും. എന്നാലും ആ മൃഗങ്ങളെ പോലും പ്രതികാരത്തിന്റെ ലോകത്ത് അല്ലാഹു തആല പ്രതികാരം ചെയ്യിപ്പിച്ചിട്ടേ വിടൂ. എങ്കിൽ ആഖിലും ബാലിഗും മുകല്ലഫും മുഖ്താറുമായ മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയും എല്ലാം ചെയ്യാനുള്ള കഴിവും തന്റെ ഇടവും തന്നിട്ടുള്ള മനുഷ്യനെ, ഒരു നിയമത്തിന്റെ വിധേയമായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യൻ, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട്
പാവങ്ങളെ കശാപ്പ് ചെയ്യുന്നതും കൊല്ലുന്നതും ആക്രമിക്കുന്നതും അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ വ്യഭിചരിക്കുന്നതും മദ്യപിക്കുന്നതും നാളെ പരലോകത്ത് അല്ലാഹു ശിക്ഷിക്കാതെ വിടുമോ? എനിക്ക് നാളെ പരലോകത്തുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധം വേണം. ആ ബോധമില്ലാത്തതാണ് ഇന്ന് പറ്റിയ തകരാറ് മുഴുവൻ. ഇവിടെ ദുന്യാവിൽ ഒരു തെറ്റ് ചെയ്തതിന് പരമാവധി കൊടുത്താൽ ശിക്ഷ എന്താ കൊടുക്കും? അയാളെ തൂക്കിക്കൊല്ലും. അയാൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷയായോ അത്? ഇവിടെ ഇപ്പൊ ചെയ്താൽ അതാ ചെയ്യ, അത് തന്നെ അപൂർവമാണ്. കൊന്നവനെ കൊല്ലണം. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു നാട്ടിലാണെങ്കിൽ കൊന്നവനെ കൊല്ലണം. ഒലക്കും ഫിൽ ഖിസാസ്, കൊന്നവനെ കൊല്ലണം. എന്നാലേ ബാക്കിയുള്ളവന് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരാളെ കൊന്നാൽ തിരിച്ചവനെയും കൊല്ലണം. ഒരാളെ കൈ മുറിച്ചാൽ കൈ തിരിച്ചു വെട്ടണം. കാരണം കൂടാതെയാണെങ്കിൽ അയാളെ വെട്ടണം. ഇങ്ങനെ കൈ വെട്ടുമ്പോഴാണ് മറ്റൊരാൾ ചിന്തിക്കുന്നത്, ഞാൻ ഒരാളെ കൊന്നാൽ എന്നെയും കൊല്ലുമല്ലോ, പിന്നെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പേടിച്ചിട്ട് അവൻ കൊലപാതകം അതോടുകൂടി നിർത്തും. ഇന്ന് ഭൗതിക ലോകം ചിന്തിക്കുന്നത്, ഞാൻ ഒരാളെ കൊന്നാൽ കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയാൽ പിന്നെ എന്താ ഇവിടെ നടക്കുക എന്നുള്ളത് അയാൾ ഇപ്പൊ മനസ്സിലാക്കി പോയി. അതുകൊണ്ട് തന്നെ അയാൾക്കിനി മറ്റൊരാളെ കൊല്ലാൻ പേടിയില്ല. അതിന്റെ പരമാവധി ശിക്ഷ, അർഹമായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കാൻ സാധ്യമല്ല. മാത്രമല്ല, ഒരാളെ കൊന്നാൽ തന്നെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ, കോടതിയിൽ ചെന്നുകൊണ്ട് അത് കേസ് പ്രതികൂലമാക്കി മാറ്റാൻ കഴിയും. ഞാനല്ല കൊന്നത് എന്ന് വരുത്താം. കാശ് കൊടുത്താൽ നടക്കാം എന്ന് പറഞ്ഞു കേൾക്കുന്നു, നമുക്കറിഞ്ഞൂടാ. പത്രങ്ങളിലൊക്കെ പല തർക്കങ്ങളും പറഞ്ഞു കേൾക്കുന്നതാണ്. സത്യം എന്താന്ന് അള്ളാഹ്ക്കറിയാം. അങ്ങനെ കാശ് കൊടുത്തിട്ട് മറിക്കാൻ പറ്റുന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ആവട്ടെ, എന്ത് നടക്കട്ടെ, കുറ്റവാളികൾ രക്ഷപ്പെടുന്നുണ്ട് എന്നെല്ലാവരും ഇവിടെ പറഞ്ഞതാണല്ലോ. കാശ് കൊടുത്തിട്ടാവട്ടെ കൊടുക്കാത്തതാവട്ടെ രക്ഷപ്പെടുന്നുണ്ട്, കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. യഥാർത്ഥ ആളുകളെ പിടിക്കപ്പെടുന്നില്ല, വിചാരണ കൂടാതെ ജയിലുകളിൽ കിടക്കുന്നു. എല്ലാവർക്കും പരാതിയും പ്രകടനങ്ങളും സമ്മേളനങ്ങളും ആക്ഷേപങ്ങളും പറയാനുള്ളത് അതാണ്. എന്ത് നടക്കുന്നു ഇവിടെ എന്ന് നമുക്കറിയാം. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കരങ്ങൾ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നുണ്ടാകാം. അതേ സമയത്ത് നാളെ പരലോകത്ത് തെറ്റ് ചെയ്ത ചെറിയ ഒരു തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒരു ചെറുതും വലുതും വിട്ടുപോകാതെ അത് മുഴുവനും രേഖപ്പെടുത്തിയിട്ട് നാളെ പരലോകത്ത് ഹാജരാക്കുമ്പോ അതിലതാ മുഴുവനും അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പത്രം വായിച്ചപ്പോ ഇപ്പൊ എറണാകുളത്തൊക്കെ കാർ ഓടിക്കാൻ പേടിയാ. മുമ്പൊക്കെ കാർ ഓടിച്ചു പോകുമ്പോ ഒന്നും പേടിക്കണ്ട, പോലീസ് എവിടെയെങ്കിലും ദൂരത്തുണ്ടോ എന്ന് ഇവിടുന്ന് നോക്കിയിട്ട് ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ പോലീസ് ഉണ്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്താൽ ഇപ്പുറത്തുനിന്ന് പോകാനൊക്കെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി സൈഡാക്കിയിട്ട് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇറക്കി അപ്പുറത്ത് ചെക്ക് പോസ്റ്റിന്റെ അപ്പുറം കടന്നിട്ട് കയറാൻ പറഞ്ഞ് ഇവനൊക്കെ കാക്കിയൊക്കെ വലിച്ചിട്ട് നല്ല സ്വാലിഹായ ഒരു കുട്ടിയായിട്ട് പോലീസിന് മുമ്പ് എത്തും. ആളുകളെ കൂടുതലുള്ളവരൊക്കെ ഇറക്കി ഒഴിവാക്കി. ഇപ്പൊ എന്താ, എറണാകുളം മുതൽ ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ വളാഞ്ചേരി ടൗണിൽ വരെ ക്യാമറകളായി. വണ്ടി ഓടിച്ചു പോകുമ്പോ ബെൽറ്റിട്ടിലെ ക്യാമറ പിടിച്ചു. ഇന്നത്തെ പത്രങ്ങളിലേതാ, റോഡ് അപകടങ്ങൾ കുറക്കാൻ ഹൈവേകളിൽ മുഴുവനും റഡാറുകൾ സ്ഥാപിക്കുന്നു. ഗൾഫ് രാജ്യത്തൊക്കെ എന്നോ വന്നു അത്തരീഖ് മുറാഖിബും ബിർ റഡാർ. വഴികളിലൊക്കെ മുറാഖിബ് റഡാറുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിയാണ്. 100 സ്പീഡിൽ കൂടുതൽ പോയാൽ ക്യാമറ ക്ലിക്ക് ചെയ്തു. എറണാകുളം പട്ടണത്തിൽ 70 സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടിച്ച ക്യാമറ പിടിച്ചു. പോലീസ് ഒന്നും നോക്കി നിൽക്കണ്ട. ദുന്യാവിൽ ഇത് പേടിച്ച നമ്മൾ എത്ര പേടിച്ചിട്ടാ വണ്ടി ഓടിക്കലേ. ഇതുപോലൊരു ക്യാമറ നമ്മളെ കൂടെ ഉണ്ട്. ദുനിയാവിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറയെ നാം പേടിക്കുന്നു. അതുപോലെ അല്ലാഹു തആല ഒരു ക്യാമറ, ഒരു ഒളി ക്യാമറ നമ്മുടെ കൂടെ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ നമ്മുടെ സർവ്വ പ്രവർത്തികളും അടിച്ചൊതുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോ എന്തെല്ലാം ഉദാഹരണങ്ങളിൽ. ഇപ്പോ ഷർട്ടിന്റെ ബട്ടന്റെ വലിപ്പത്തിലുള്ള ചിപ്പികൾ വരെ ഇറങ്ങാൻ തുടങ്ങി. ഒരു കാലത്ത് വലിയ സീഡികൾ, ആ സീഡികളിൽ നിന്നൊക്കെ ചുരുക്കി ഒരു സീഡിന്റെ ഉള്ളിൽ തന്നെ എത്രയോ ഡിവിഡികളായി. പിന്നെ അത് ചുരുക്കി പെൻഡ്രൈവുകളായി. അതും ചുരുക്കി ഇപ്പൊ എത്ര ഒക്കെ നമുക്ക് അല്ലാഹു തആല വരുന്ന കാണിച്ചു. കയ്യിന്റെ പണ്ട് ചേകനൂർ ഇവിടെ പ്രസംഗിച്ചപ്പോ
ചേകനൂര് പ്രസംഗിച്ചപ്പോ പരിഹസിച്ച് പറഞ്ഞിരുന്നു, റഖീബും അതീദും നന്മയും തിന്മയും എഴുതാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ചവരല്ലേ. അപ്പൊ റഖീബും അതീദ് നന്മയും തിന്മയും എഴുതുമ്പോ കാഫിരീങ്ങൾക്കൊന്നും നന്മ ഉണ്ടാവും. വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു അൽ-മാഉ മാഅ. അവിശ്വാസികൾക്ക് നന്മ ഉണ്ടാവില്ലല്ലോ. ഒരു ചെയ്ത നിസ്കാരം നോമ്പൊന്നും കബൂലാണ്, ഈമാൻ ഷർത്താണ്. അവിശ്വാസികൾക്ക് നന്മ എഴുതാനുണ്ടാവില്ല, തിന്മ എഴുതാണ്ടാവുള്ളൂ. അപ്പൊ അതീദ് തിന്മ എഴുതിയിട്ട് ഇളത്തെ തോളും ഭാരം തൂങ്ങണ്ടേ എഴുതി തിന്മ കൂടുതലാവുമ്പോ. അപ്പൊ അതിന് അക്കാലത്ത് ഒരാൾ മറുപടി പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ വന്ന ഒരാൾ മറുപടി പറഞ്ഞു, 2 കാലി ബ്ലാങ്ക് കാസറ്റ്, ഒന്നിൽ നിറയെ പാട്ട് പിടിച്ചു, ഒന്നിലൊന്നും പിടിച്ചില്ല. തുലാസിന്റെ 2 തട്ടിലിട്ടാൽ പാട്ട് പിടിച്ച കാസറ്റ് കൂടുതൽ ഭാരം തൂങ്ങുമോ, ബ്ലാങ്ക് കാസറ്റ് കൂടുതൽ പൊങ്ങി നിൽക്കുമോ? ഇയാൾ ചേകനൊരു ഉത്തരം മുട്ടി. ഈ വലിയ ശൈത്താൻ അതോടുകൂടി ഉത്തരം മുട്ടി. പിന്നെ ആ വഴിക്ക് പ്രസംഗിക്കാൻ വന്നിട്ടില്ല. അള്ളാഹു നമുക്കോരോന്ന് കാണിച്ചു തരാണ്. ഇതിങ്ങനെ എഴുതിയിട്ട് ഇവിടെ തോള് തൂങ്ങുന്നില്ലല്ലോ. അപ്പൊ സാലിഹ്യങ്ങളെ തോളൊന്നും വലത്തേതും തൂങ്ങിയിട്ടില്ല, ഈ തമ്മാടികളുടെ ഇടത്തേതും തൂങ്ങിയിട്ടില്ല. അതൊന്നും തൂങ്ങണ്ട. പടച്ച തമ്പുരാ ഓരോ ദിവസവും ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുവാനും അവിടെ നടക്കുന്ന മുഴുവൻ സംവിധാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണങ്ങൾ കൈക്കുമ്പിളിൽ തന്നിരിക്കുകയാണ്. എഴുതി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 6666 പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അനായാസം എടുത്ത് ഓതാനും അത് ഓതുന്നതോടുകൂടി കേൾപ്പിച്ചു തരാനും നിസ്സാരമല്ലേ മൊബൈലുകളിലത്. എല്ലാരും മിക്കവാറും ആളുകളെ മൊബൈലിൽ അതില്ലേ. അതിനൊക്കെ പുറമെ ഇവരൊക്കെ മൊബൈലിൽ ദലായിലുൽ ഖൈറാത്തും ബദറും ബുറുദയും എല്ലാം വീഡിയോ വെച്ചതിന്റെ പുറമെ നമ്മളെ നമ്പറുകളും അതിന്റെ പുറമെ വേണ്ട ഗാലറികളിൽ എന്തെല്ലാമോ അതിൽ കയറ്റി കൂട്ടിയതൊക്കെ വേറെ. അതൊക്കെ കൂടി പോക്കറ്റിലിട്ടിട്ടല്ലേ നടക്കുന്നത്. അതന്നെ ഇപ്പൊ എത്ര ചെറുതായി ഭാരം കുറച്ചിട്ടാ വരുന്നത്. ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്നിട്ട് നാളെ പരലോകത്തെ ജീവിതത്തിലേക്ക് റഖീബ് അതീദ് കൊണ്ടുവന്ന് നമ്മെ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശിഷ്യ എന്റെ വിദ്യാർത്ഥികളെ, ഭൗതിക ലോകത്ത് നഷ്ടപ്പെട്ടു പോയത് ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്. എനിക്ക് പരലോകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം വരാനുണ്ട്. റഖീബ് ഇപ്പുറത്തും അതീദ് ഇപ്പുറത്തും നിൽക്കുന്നു. അവര് നിന്നുകൊണ്ട് ആ ഏടുകൾ കയ്യിൽ കൊടുക്കുന്നു. ഈ ഏടുകൾ എങ്ങനെ മറിക്കാൻ പറ്റുക ചോദ്യം. ഇതെങ്ങനെ മറിക്കുക? ഒരു പേജ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മറിക്കുക? കാരണം വലത്തെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഇടത് കൈയിലാണ് കിതാബ് കിട്ടിയതെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. വലത് കൈയിലാണ് കിട്ടിയതെങ്കിൽ സുഖമാണ്, 2 കൈയും ഉപയോഗിക്കാം. ഇടത്തെ കൈയിലാണ് തെമ്മാടികൾക്കും പരാജിതർക്കും കിട്ടിയതെങ്കിൽ ഇടത്തെ കയ്യിൽ കിതാബ് പിടിച്ചു വലത്തെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പേജ് ഓട്ടോമാറ്റിക് മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങോട്ട് ഓട്ടോമാറ്റിക് മറിയും, അപ്പുറം വായിക്കണം. അത് വായിച്ചു പൂർത്തിയായാൽ അതിങ്ങോട്ട് ഓട്ടോമാറ്റിക് മറിയും, അപ്പുറത്ത് വായിക്കണം. ഈ വിധത്തിൽ ചോദ്യം ചെയ്ത് അത് മുഴുവൻ സാക്ഷികളെ വിസ്തരിച്ച് എല്ലാ തെളിവുകളും സമർത്ഥിക്കുന്ന ഒരു ലോകവും ശിക്ഷാരക്ഷകൾ നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്തയുടെ കുറവാണ് ഭൗതിക ലോകത്ത് ഇന്ന് നടക്കുന്ന സർവ്വതമ്മാടിത്തരങ്ങൾക്കും കാരണം. ആർക്കും അതിൽ സംശയമില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന് മക്കളെ പറയരുത്. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, സ്ഥാപനങ്ങളുടെ കുറവല്ല, മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പോയി. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. ഭൗതിക ലോകത്തിൽ ഗുണം ചെയ്തു തന്ന വ്യക്തികളോട് നമുക്ക് സ്നേഹമില്ലേ? ആ സ്നേഹത്തിന്റെ 10% അള്ളാഹുവിനോട് നമുക്കുന്നുണ്ടോ? ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചില മാസികകളുണ്ട്. പേരൊന്നും ഞാൻ ഈ മഹത്തായ സദസ്സിൽ പറഞ്ഞിട്ട് അതിന് അഡ്രസ് ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ അത് അനൗൺസ് ചെയ്യുന്നില്ല, അത് പ്രചരിപ്പിക്കുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ളവർ ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾക്കൊക്കെ പ്രവർത്തിക്കുന്ന വസ്തുവാണല്ലോ നമ്മുടെ ഹാർട്ട്. വല്ലാത്ത അമൂല്യമായൊരു വസ്തുവാണ്. ലോകത്തിന് സൃഷ്ടിക്കാൻ കഴിയാത്ത ശാസ്ത്രം എന്തിനാ ജീവിക്കണത്? മനുഷ്യന്റെ ഗുണത്തിന്. മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണം എന്താ? അവന്റെ ജീവൻ നിലനിർത്തൽ. അവന്റെ ഹാർട്ട് അറ്റാക്ക് വരാതെ പിടിച്ചു നിർത്തണ്ടേ? ഈ ഹാർട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ കൂട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാണും. നിങ്ങൾ ചിന്തിക്കൂ, ഒരു മനുഷ്യന്റെ ഹാർട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ഒറ്റ പ്രാവശ്യം ഒരു മനുഷ്യന്റെ ഹാർട്ട് എത്ര പ്രാവശ്യം അടിക്കും? ഒരു സെക്കൻഡിൽ
ഒരു മിനിറ്റിൽ 80, 82, 70, 80 കൊണ്ടടിക്കും. ശരാശരി ഒരു മനുഷ്യന്റെ ഹാർട്ട് റേറ്റ് 76, 80-നിടയിലാണ്. എന്നാൽ ഒരു സെക്കൻഡിൽ 1-നേക്കാൾ പ്രാവശ്യം അടിക്കുന്നു എന്നർത്ഥം. ഒരു മനുഷ്യന്റെ ഹാർട്ട് നമ്മൾ വാച്ചിൽ നോക്കിയിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, വാച്ചിൽ നോക്കിയിട്ട് 1 മിനിറ്റ് നെഞ്ചത്ത് കൈവച്ച് നോക്കിയിട്ട് 1 മിനിറ്റ് പൂർത്തിയാകുമ്പോഴേക്ക് നമ്മുടെ നെഞ്ചിടിപ്പ് ഹാർട്ട് എത്ര പ്രാവശ്യം അടിക്കുന്നു എന്ന് ഈ വാച്ചിൽ നോക്കി 1 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓരോരുത്തരുടെ ഹാർട്ട് റേറ്റ് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ഒറ്റ പ്രാവശ്യം ഈ ഹാർട്ട് അടിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നത് 6 ക്യൂബിക് രക്തം വേണമെന്നാണ്. 1 ക്യൂബിക് രക്തം എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി, 1 ഇഞ്ച് ആഴമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന രക്തത്തിന്റെ പേരാണ് 1 ക്യൂബിക് രക്തം എന്ന് പറയുന്നത്. അങ്ങനത്തെ 6 ക്യൂബിക് രക്തമുണ്ടെങ്കിലേ ഒറ്റ പ്രാവശ്യം ഈ ഹാർട്ട് അടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ 24 മണിക്കൂർ ഹാർട്ട് അടിക്കണമെങ്കിൽ 2500 ഗാലൻസ് രക്തം വേണമെന്നാ. 1 ഗാലൻ എന്ന് പറഞ്ഞാൽ 5 കുപ്പിയാ. അപ്പൊ 2500-നെ 5 കൊണ്ട് ഗുണിച്ചു നോക്കൂ, എത്ര കുപ്പി രക്തം വേണം? ഒരു കാർ ഓടുന്നതിൽ കൂടുതൽ ചെലവാ മനുഷ്യ ശരീരം പ്രവർത്തിക്കാൻ. ഒരു പഞ്ചായത്ത് ഏറിയാൽ ഒരു വെള്ളട്ടാങ്കിയിൽ നിൽക്കുന്ന അത്രയും രക്തം 10 കുപ്പി കാണുമോ ശരീരം ഊറ്റിയെടുത്താൽ? പിന്നെ അതില്ലാതെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ ഹാർട്ടാണ് ശരീരത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 19,000 കിലോമീറ്റർ ഒരു ദിവസം മനുഷ്യ ശരീരത്തിൽ, ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ 19,000 കിലോമീറ്റർ നീളത്തിൽ രക്തം സഞ്ചരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ഒരു മാസികയിൽ നിന്ന് ഞാൻ വായിച്ചതാ. 19,000 കിലോമീറ്റർ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലഡിന്റെ സ്വഭാവം തന്നെ കട്ടയാവുക. എന്നിട്ട് ഈ ഹാർട്ടാണ് ശരീരത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും രക്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർട്ടിൽ നിന്ന് പുറത്തു വരുന്ന രക്തം മലിനമാകുമ്പോൾ അത്രയും കൂടുതൽ രക്തം നമുക്ക് തന്നാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ജീവിതം ദുസ്സഹമാകും. ഉറങ്ങാനും നടക്കാനും ഓടാനും കഴിയില്ല. അങ്ങനെ വന്നതിന് അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ ഹാർട്ടിന്റെ സമീപത്തൊരു ശുദ്ധീകരണ ഫാക്ടറി സ്ഥാപിച്ചു. ഈ ശുദ്ധീകരണ ഫാക്ടറി ആ ബ്ലഡിനെ ശുദ്ധി ചെയ്യുന്നു, ഹാർട്ടിലേക്ക് പ്ലംബ് ചെയ്യുന്നു. അങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു, 360 ദിവസവും പ്രവർത്തിക്കുന്നു. 60 കൊല്ലം 70 കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കാൻ സൗകര്യം ചെയ്തു തന്ന റബ്ബിന് എത്രമാത്രം സുജൂദ് ചെയ്താലും മതിയാകുമോ? ഈ മനുഷ്യന്റെ ഹാർട്ട് ഒരു ദിവസം അങ്ങ് നിന്നു, നിശ്ചലമായി എന്ന് സങ്കല്പിക്ക്. ഉടനെ എടുത്തു കൊണ്ടുപോയി ഒരു ഡോക്ടർ എടുക്ക്, എന്തോ ചെയ്തു, കൃത്രിമ ഓക്സിജൻ കൊടുത്തു. ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, തൽക്കാലം തിരിച്ചു കിട്ടി, ഹാർട്ട് പ്രവർത്തിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് പോരാനായോ? ഇല്ല, അവിടെ കിടക്കണം, ICUവിന്റെ ഉള്ളിൽ കിടക്കണം. അവിടെ നിന്ന് പോരാൻ സമയമെടുക്കും. ദിവസങ്ങൾ കഴിഞ്ഞു, തൊട്ടടുത്തൊരു ബെഡിലേക്ക് മാറ്റി, ഡോക്ടർമാരുടെ ശിക്ഷണത്തിൽ തന്നെ. കുറച്ചുകൂടി കഴിഞ്ഞ് അടുത്ത പൊതുബെഡിലേക്ക് മാറ്റി. അപ്പോഴും നിയന്ത്രണം. കിട്ടിയതൊക്കെ കഴിക്കാൻ പാടില്ല, എല്ലാവരോടും സംസാരിക്കാൻ പാടില്ല, ഒക്കെ നിയന്ത്രണം. ഒരു 2 ആഴ്ച അങ്ങ് തട്ടിമുട്ടി കഴിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ആ ഡോക്ടർക്കൊരു നിർദ്ദേശമുണ്ട്. ഈ രോഗം ഇനി തിരിച്ചു വരരുത് എന്ന് ഈ പേഴ്സന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അയാളോട് കൊടുക്കുന്ന നിർദ്ദേശം, സൂക്ഷിക്കണേ, കൂടുതൽ ലോങ് യാത്ര ചെയ്യരുത്, ഒറ്റക്ക് വണ്ടി ഓടിച്ചു പോകരുത്, ദീർഘ ഡ്രൈവിംഗ് ഒന്നും പാടില്ല, ഭാരമുള്ള സാധനം എടുത്ത് പൊക്കരുത്, ഉയരമുള്ള സ്ഥലത്ത് കയറി നിൽക്കരുത്, അമിതമായി ശബ്ദിക്കരുത്, കൂടുതൽ ഉറക്കൊഴിക്കരുത്, ഭാരമുള്ള കൊഴുപ്പേറിയ ആഹാരമൊന്നും കഴിക്കരുത്. എല്ലാ നിയന്ത്രണം, ഉറക്കം നിയന്ത്രണം, ഭക്ഷണ നിയന്ത്രണം, യാത്ര നിയന്ത്രണം, സർവ്വസ്വത്തിലും നിയന്ത്രണം. അതിന്റെ ഒക്കെ പുറമെ ഞാൻ ഈ തരുന്ന ഗുളിക നിങ്ങൾ കൃത്യമായി രാത്രി 11 മണിക്ക് കഴിക്കണം. എത്ര കാലം? ഇലാ യൗമിൽ ഖിയാമ, മരിക്കോളം കഴിക്കണം. എന്നാണോ മരിക്കണത് അന്നങ്ങ് നിർത്താം. നിർത്തിയാൽ അന്ന് അറ്റാക്ക് വീണ്ടും വരാം. ഈ നിർദ്ദേശവുമായിട്ടാണ് ആ ഹോസ്പിറ്റലിന്റെ ചവിട്ടുപടികൾ ഇറങ്ങി തന്റെ മക്കളെടുക്കലേക്ക് ആ രോഗി വരുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രോഗി തന്റെ ജീവിതകാലം മുഴുവനും ഇത് പാലിക്കുമോ ഇല്ലയോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് പാലിക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് ഓരോരുത്തരും പാലിക്കില്ലേ? തീർച്ചയായും പാലിക്കും. എന്നാൽ അതിന്റെ ഒരു 10% അള്ളാഹുവിനോടുണ്ട്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്തിനാ പറയുന്നത്? അള്ളാഹു പറയാൻ പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയാൻ പറഞ്ഞു, അതുകൊണ്ടാ പറയണത്. അതാണ് അതിന്റെ ഒന്നാമത്തെ മറുപടി.
ഒരു കാരണം നോക്കിയിട്ടല്ല എന്ന് വിചാരിച്ചവരൊക്കെ കാരണം പറഞ്ഞുകൂടാന്നില്ല. ആ കാരണത്തിനാണ് ഈ പറയുന്നത് എന്ന് മാത്രം വാശി പിടിക്കരുത്. അള്ളാന്റെ റസൂൽ പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു. എന്തിനാ ഈ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? തുമ്മുന്ന സമയത്ത് അവന്റെ ഹാർട്ട് നിന്നുപോകും. നിന്ന ഹാർട്ട് തുമ്മിക്കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തിക്കും. അൽഹംദുലില്ലാ, ഒരു അറ്റാക്കിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ. ഡോക്ടർ അടുക്കൽ പോകേണ്ടി വന്നില്ല, ഗുളിക കഴിക്കേണ്ടി വന്നില്ല, എല്ലാം അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒന്നും അറിയാതെ ഈ തുമ്മുന്ന സമയത്ത് ഒരു അൽഹംദുലില്ല പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഗുണം ചെയ്ത വ്യക്തിയോട് നാം കാണിക്കുന്ന സ്നേഹം സാക്ഷാൽ അള്ളാഹുവിനോട് 24 മണിക്കൂറും 360 ദിവസവും നമുക്ക് ഗുണം ചെയ്തു തരുന്ന റബ്ബിനോട് നിങ്ങളും കാണിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാളത്തെ അവസ്ഥ? ഇതിനൊക്കെ അള്ളാഹു ചോദ്യം ചെയ്താൽ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അവന്റെ ഭാവി ജീവിതം അവൻ നന്നാക്കും. ഈ ചിന്തയുടെ കുറവാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ അരാജകത്വവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം എപ്പോഴും വൽ യൗമിൽ ആഖിർ, മുഅ്മിനായ ഒരു മനുഷ്യൻ അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുകയും ഈ ചിന്ത എപ്പോഴും എനിക്ക് ഈ ജീവിതത്തിന്റെ പുറകിൽ മരിച്ചു കൊടുത്തേ പറ്റൂ, നാളെ പരലോകത്തേക്ക് എന്നെ യാത്രയാക്കും, അവിടെ വെച്ച് ഈ പ്രവർത്തിച്ചതിന് മുഴുവനും നന്മക്ക് സ്വർഗവും തിന്മക്ക് നരകവും നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്ത വളർത്തിയെടുക്കണം. അതുണ്ടാക്കണം. മരിക്കാതിരിക്കില്ല, മരിച്ചിട്ട് നമ്മൾ ആ മരണത്തിന്റെ ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, വിദ്യാർത്ഥികളെ, കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് പഠനം മുടക്കണ്ട. അത്യാവശ്യം നിങ്ങൾ ചിന്തിക്കുകയും വേണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മുതഅല്ലിമീങ്ങൾക്ക് മാത്രം പാടില്ല എന്നാ. മുതഅല്ലിമീങ്ങൾ മാത്രം മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും പിന്നെ പഠിക്കുവോ? പഠിക്കണം, പഠിച്ചു വളരണം. പക്ഷെ ഇന്ന് തീരെ മരണത്തെക്കുറിച്ചും ഭൗതിക ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഖബറും പരലോകം ചിന്തിക്കാത്ത അവസ്ഥ വന്നാൽ ഭൗതിക ലോകത്ത് ഇന്ന് നടമാടുന്ന പേക്കൂത്തുകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഭൗതിക ലോകത്ത് മാത്രം ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉലമാവിനോടും ഈ സാലിഹീകളോടുള്ള ബന്ധവും കൂടി ഇല്ലെങ്കിൽ എത്ര കണ്ട് തരം താഴ്ന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ചൊക്കെ മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ഒന്നും വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സമയവും അതിന് മാത്രം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശവുമില്ല. നിങ്ങളിവിടെ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നല്ല മഴ പെയ്താലും പേടിക്കണ്ട. എത്ര വിഷമിച്ചാണ് എത്ര വിശാലമായ പന്തലുണ്ടാക്കിയത്. മഴ പെയ്താലും ചോർന്നൊലിക്കാത്ത മനോഹരമായ പന്തൽ തയ്യാറാണ്. പുറത്ത് മഴ പെയ്താലും ക്ലാസ് മുടക്കേണ്ടതില്ല, ഇടിവെട്ടിയാലും പേടിക്കേണ്ടതില്ല. നിങ്ങൾ വരൂ എന്റെ കൂടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ പിടിച്ചുകൊണ്ടുപോകാം. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നു, ഒരാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം. എല്ലാ ജനങ്ങളും കിടന്നുറങ്ങുകയാണ്. രാത്രി പാതിരാ സമയമാണ്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടിയും മഴയും വരുന്ന സമയത്ത് നമുക്ക് കൂട്ടമായി 2 പേർക്ക് 3 പേർക്ക് പോയിട്ട് നിറഞ്ഞ കാട് മുറ്റി നിൽക്കുന്ന പള്ളിയുണ്ട്. ആ പള്ളിപ്പറമ്പിലേക്ക് കടന്നു ചെല്ലണം. പഴയകാലത്തെ പള്ളിയിൽ പകൽ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കാൻ പോകാൻ വരെ പേടിയാ. ഇപ്പോഴതൊക്കെ പൊളിച്ചിട്ട് വലിയ വലിയ സൗധങ്ങളായി മാറി. പേടിയൊന്നുമില്ല. പഴയകാലത്തെ പള്ളികൾ കാണണം. ആ പള്ളി പുറമേ നിന്ന് കാണുമ്പോഴേ പേടിയാണ്. ആ പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ കാടും ബന്ധയും കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ പ്രത്യേകിച്ചും. അങ്ങനത്തെ ഒരു പള്ളിയുടെ പരിസരത്ത് വാപ്പയെ മറവ് ചെയ്ത ഖബറിന്റെ സമീപത്ത് പോയിട്ട് ആ വാപ്പാന്റെ ഖബറിന്റെ മീസാങ്കല്ലും പിടിച്ച് നട്ടപ്പാതിരാ സമയത്ത് ഘോരമായ മഴയും ഇടിയും വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇടയ്ക്കിടെ ശക്തമായ കണ്ണ് പൊട്ടിപ്പോകാൻ മാത്രം വലിയ വലിയ മിന്നെറിയുന്ന സമയത്ത് ഒരു ഖബറിന്റെ സമീപത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. കരണ്ടില്ല, ശക്തമായ തുലാവർഷത്തിന്റെ മഴയാണ്, ഇടിയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ ആ ഖബറിന്റെ പുറത്തുള്ള മീസാങ്കല്ല് പിടിച്ചുകൊണ്ട് പാതിരാവിന്റെ നിശയുടെ നിശബ്ദതയിൽ
1 മണിക്കൂർ സമയം ആ പള്ളിക്കാട്ടിനുള്ളിൽ ഇരിക്കാൻ ധൈര്യമുള്ളവരാരുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ പാമ്പ് വന്നാൽ ഓടിക്കൂടെ? എങ്ങോട്ടോ പോകാമല്ലോ. ഓടി രക്ഷപ്പെടാൻ വിശാല വിസ്തൃതമായ ഭൂമി ഇവിടെയില്ലേ? എന്നാലും ആ ഖബറിന്റെ മുകളിൽ പാതിരാവിൽ കൂരിരുട്ടിൽ കരണ്ടില്ലാത്ത രാത്രി വാപ്പാന്റെ ഖബറിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ മീസാങ്കല്ലും കെട്ടിപ്പിടിച്ചൊരു മണിക്കൂർ ഇരിക്കാൻ നമുക്ക് ധൈര്യമില്ലെങ്കിൽ അതിന്റെ ഉള്ളിലാ കിടക്കാനുള്ളത് കേട്ടോ. അതിന്റെ ഉള്ളിൽ പോയി കിടക്കേണ്ടി വരും. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ശാസ്ത്രീയമായ ഒരു രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന അറിവല്ലാതെ മുഅ്മിനീങ്ങൾക്ക് പറയാനില്ല. അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്, അത് അംഗീകരിക്കലും നിർബന്ധമാണ്. അതിൽ സംശയിച്ചാൽ ഈമാനില്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ കാണാൻ എത്ര ചെറുതാണ്. മലർന്നു കിടക്കാൻ അതിന്റെ ഉള്ളിൽ വയ്യ, മലർത്തി കിടത്താനും പാടില്ല. ഒരു മയ്യിത്ത് മറവ് ചെയ്തതിന് ശേഷം അത് മലർത്തിയാണ് കിടത്തിയത് എന്ന് പിന്നീട് അറിഞ്ഞാൽ ഖബറ് പൊളിക്കാം. പൊളിച്ചിട്ട് ആ മയ്യിത്തിനെ ചരിച്ചു വെക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലമാണ്. മലർന്നു കിടക്കാൻ പോലും സ്ഥലമില്ല, മലർന്നു കിടക്കാൻ അനുവദിക്കപ്പെടുകയുമില്ല. ചരിച്ചാണ് അതിന്റെ ഉള്ളിൽ കിടത്തുന്നത്. നമ്മുടെ കവിൾത്തടത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആ പഞ്ഞികൾ, ആ തുണി ഇങ്ങോട്ട് നീക്കിയിട്ട് രാവിലെ ആൾക്കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കോഴിമുട്ട പോലെ വടിച്ച് വൃത്തിയാക്കിയ ഒരു കുറ്റി പോലും തടയാത്ത ക്ലീൻ ഷേവ് മുഖം ഇപ്പോൾ അതാ മണ്ണിന്റെ തലയണിയിലേക്ക് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അവന്റെ കവിൾത്തടം അതാ ഖബറിലെ മണ്ണിലേക്ക് ഒട്ടിച്ചു വെച്ചു. രാവിലെ എവിടത്തേക്കെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ ഷേവിംഗ് സെറ്റ് എടുത്തുകൊണ്ട് വടിച്ച് വൃത്തിയാക്കിയ മുഖമില്ലേ, ആ മുഖം അതാ മണ്ണോട് ചേർന്നു പോയി. മണ്ണിലേക്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കല്ല് പാകിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നുവോ അത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് അപ്പടി അങ്ങ് വിശ്വസിക്കലാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ്? എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ ഖബറിൽ ചില ശിക്ഷകളുണ്ട്. ഏത് മുഅ്മിനായ മനുഷ്യനും അനുഭവിച്ചേ പറ്റൂ, തെമ്മാടികളും അനുഭവിച്ചേ പറ്റൂ. മുഅ്മിനീങ്ങൾക്ക് ഏത് വിധത്തിൽ കിട്ടിയാലും അതുകൊണ്ടൊരു പ്രയാസമുണ്ടായേ പറ്റൂ. തെമ്മാടികൾക്ക് ശിക്ഷയുടെ ഭാഗമാണ്. അഥവാ ഒരു ഉമ്മ വിദേശത്ത് നിന്ന് വരുന്ന മകനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹവായ്പോടുകൂടി ആ ഉമ്മ തന്റെ മകനെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് മാറോട് ചേർക്കുമ്പോൾ അല്പം ആരോഗ്യമുള്ള ഉമ്മയാണ് കെട്ടിപ്പിടിച്ചതെങ്കിൽ ആ മകന്റെ ശരീരത്തിലെ എല്ലുകൾക്ക്, വാരിയെല്ലുകൾക്ക് വേദന അനുഭവപ്പെട്ടേക്കാം. ആ വേദന ഉമ്മയുടെ സ്നേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നാലും ഈ വേദന ആ മകൻ അനുഭവിച്ചേ പറ്റൂ. എന്ന പോലെ ചിലതെല്ലാം ഖബറിൽ അനുഭവിച്ചേ പറ്റൂ. അത് ഞാനും നിങ്ങളും എന്ന് മാത്രമല്ല, ഏതൊരു സഹാബി ആണെങ്കിൽ പോലും, സ്വാലിഹായ മനുഷ്യരാണെങ്കിൽ പോലും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ടവര് പോലും അത് അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയുണ്ട് ഖബറിൽ ചില പണികൾ. എന്താണത്? ഒന്നാമതായി ലഗ്തത്തുൽ ഖബർ, ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മൂടുകല്ലുകൾ വെച്ച് കഴിഞ്ഞ് നാം എല്ലാവരും നമ്മുടെ കൂട്ടാളികളും സ്നേഹിതന്മാരും വിട്ടുപിരിയാൻ ഇഷ്ടപ്പെടാത്ത, ഫേസ്ബുക്കിൽ 10,000 സുഹൃത്തുക്കളുണ്ടെന്ന് അഭിമാനം കൊള്ളുന്നവരെ ഖബറിന്റെ ഉള്ളിൽ ഒരൊറ്റ സ്നേഹിതനില്ല കേട്ടോ. ഫേസ്ബുക്കിൽ 10,000 ആളുകളുണ്ടെന്ന് എനിക്ക് പറയാൻ നമുക്ക് അഭിമാനമുണ്ട്. പള്ളിയിൽ കൊണ്ടുപോയി മയ്യിത്ത് നിസ്കാരത്തിന് വെക്കുന്ന സമയത്ത് പള്ളിയിലെ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് വിളിച്ചു പറയും, ഈ മയ്യിത്തിന് വല്ല കടബാധ്യതയുമുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്തു, ഈ മക്കളേറ്റെടുത്തു എന്ന് വിളിച്ചു പറയും. അതേ സമയത്ത് എന്റെയും നിങ്ങളുടെയും കാതുകളിൽ ആ കടബാധ്യത ഏറ്റെടുത്തത് വിളിച്ചു പറയുന്ന ശബ്ദം വന്നടിക്കുമ്പോ ഒന്ന് ചിന്തിച്ചുകൂടെ? ഞാൻ ചെയ്ത ദോഷങ്ങൾ എന്റെ മക്കളേറ്റെടുക്കുമോ? ഈ വാപ്പ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാനത് ഏറ്റെടുത്തു എന്ന് ദുനിയാവിൽ ഒരു ശബ്ദം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എവിടെയെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിൽ കൂടിയിട്ട് കേട്ടിട്ടുണ്ടോ? ആരുമില്ല.
അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അല്ലാഹുമ്മ ഇൻ കാന ബൈനി വബൈനക, എന്റെയും നിന്റെയും ഇടയിൽ ഒരുപാട് ഹക്കുകളുണ്ട്. ഹുഖൂഖൻ കസീറ, ധാരാളം ബാധ്യതകളുണ്ട്. പടച്ചവനും നമ്മളും തമ്മിൽ, ജനങ്ങളും നമ്മളും തമ്മിലുള്ള ബാധ്യത ഒരാൾ ഏറ്റെടുത്തു. അള്ളാഹു നമ്മൾ ചെയ്ത തമ്മിലെ ദോഷത്തിന്റെ ബാധ്യത ഒരു മനുഷ്യൻ ഏറ്റെടുക്കൂല. അതിന്റെ എല്ലാം പണികൾ അവിടെ നടക്കാൻ പോവാണ് ഇനി ഖബറിൽ. ആദ്യത്തെ പണി, ഖബറിലേക്ക് ഒരു മനുഷ്യരെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പണി ലഗ്തത്തുൽ ഖബർ. ഖബർ പിടിച്ച് ഞെക്കും, ഖബർ അങ്ങോട്ട് ഇടുക്കും. രണ്ട് സൈഡിലെ ചുമരും കൂടി ആ ഖബറിൽ വെച്ച മനുഷ്യരെ പിടിച്ചിട്ട് ഒന്നങ്ങ് അരച്ചു പൊടിക്കും. രണ്ട് വാരിയല്ലുകൾ രണ്ട് ഭാഗത്തേക്കും കൈവിരൽ കോർത്ത പോലെ ഇതിങ്ങോട്ട് കോർക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ മനുഷ്യനുമില്ലാതെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി, ആ കൊച്ചുമോൻ റസൂലുള്ളാഹിന്റെ സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഉണ്ടായ ഏക മകനാണ്. മിക്കവാറും അമ്പിയാക്കന്മാർക്കൊക്കെ പെൺമക്കളാ കൂടുതൽ. റസൂലുള്ളാഹിക്കും അങ്ങനെ തന്നെയല്ലേ, പെൺമക്കളല്ലേ കൂടുതൽ. ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരുപാട് നബിമാർക്കും പെൺമക്കളാ കൂടുതൽ. റസൂലുള്ളാഹിക്ക് ഒരൊറ്റ മോനേ ഉള്ളൂ. ആ മോൻ ചെറുപ്രായത്തിൽ തന്നെ, അങ്ങ് മുലകുടി പ്രായത്തിൽ തന്നെ ലോകത്തോട് വിട്ടുപിരിഞ്ഞ് ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചപ്പോ ആ കുഞ്ഞിന്റെ മുഖത്ത് മണ്ണ് വാരി എറിഞ്ഞ സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കവിൾ തടത്തിലൂടെ ബാഷ്പകണങ്ങൾ ഒഴുകിയപ്പോ ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ തങ്ങൾ കണ്ണീരൊലിപ്പിക്കുന്നത്? എന്റെ കുഞ്ഞിനെ ഖബറിടുക്കി പോയി. ഈ ചെറിയ കുട്ടിയെയോ? ഈ ചെറിയ കുട്ടിന്റെ കാര്യം എന്തിനാ പറയണത്? ഇതിനേക്കാൾ ചെറുപ്രായത്തിലല്ലേ എന്റെ സൈനബ് മരിച്ചത്? ആ കുട്ടിനെ ഖബറിടുക്കിയിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ആ ഖബറും പുറത്ത് വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുകയാണ്, ലൗ നജാ മിൻ ലഗ്തത്തിൽ ഖബ്രി ലനജാ സഅദ് ഇബ്നു മുആദ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തന്റെ ശറഹ് സുദൂറിൽ വിശാലമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തന്റെ തദ്കിറത്തിലും വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യനും ഖബറിന്റെ പിടിച്ചുഞക്കലിൽ നിന്ന് രക്ഷപ്പെട്ട ആളില്ല. ഭയങ്കര കലഹം. ഈ കലഹം മൂർജിച്ചപ്പോ അതിന് മദ്യം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. രണ്ടുപേരെയും കൂടി മദ്യം പറഞ്ഞു. മദ്യം ഒരു സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ട് മദ്യം പറഞ്ഞിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആര് പറഞ്ഞാലാ സ്വീകരിക്കുക? അവര് പറഞ്ഞു ഞങ്ങൾ സഅദ് പറഞ്ഞാൽ സ്വീകരിച്ചോളാറ്. സഅദ് അവരെ കുടുംബക്കാരനാ. അപ്പൊ ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരും എന്നാ അവര് പ്രതീക്ഷിച്ചത്. സഅദ് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാ പോയിക്കോ, സഅദിന്റെ അടുത്ത് പോയിക്കോ. അവരെ സഅദിന്റെ അടുക്കലേക്ക് വിട്ടു. സഅദ് റളിയല്ലാഹു അൻഹു വയസ്സായി വീട്ടിലിരിക്കുക. അവിടെ ചെന്ന് സഅദിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് വരികയാണ്. എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു കലഹമുണ്ട്, അതൊന്ന് മദ്യം പറഞ്ഞ് നന്നാക്കി തരാം. അത് റസൂലുള്ളാഹി മദ്യം പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. എടാ റസൂലുള്ളാഹി പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ഞാനാ പറയേണ്ടത്, എന്നാ ഞാൻ പറയണ മദ്യം സ്വീകരിക്കും. ആ എന്താ ഞാൻ പറഞ്ഞത് സമ്മതാണോ? ആ സമ്മതം. 17 എണ്ണത്തിനെ ചുട്ടുകരിക്കാനാ വിധിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു മദ്യം പറഞ്ഞിട്ട് സ്വീകരിക്കാത്ത നിങ്ങളെ ഞാൻ മദ്യം പറയേ? എന്നാ എനിക്ക് പറയാനുള്ളത്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട 17 എണ്ണത്തിനെ ചുട്ടുകരിച്ചു എന്നാ. അല്ലാഹുവിന്റെ റസൂൽ മദ്യം പറഞ്ഞിട്ട് സ്വീകരിക്കുക, അതാ സഅദിന്റെ പ്രത്യേകത. സഅദ് റളിയല്ലാഹു ഒരുപാട് പ്രത്യേകത ഉണ്ട്, അതിൽപ്പെട്ട ഒന്നാണിത്. ഇതാണ് സഅദിനെ പോലും വിട്ടില്ല എന്ന് പറയാൻ കാരണം. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ പിടിച്ചിടുക്കീന. എടോ, സ്വന്തം കുടുംബത്തിൽ നിന്ന് പിറന്ന 17 എണ്ണത്തിന് നിർദാക്ഷിണ്യം ഒരു ദയയും കൊടുക്കാതെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ചുട്ടുകരിക്കാൻ മാത്രം ആ ഹൃദയത്തിൽ നിന്നൊരു തീരുമാനം പുറത്തു വന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് സഅദിന് എത്രമാത്രമുണ്ട് എന്ന് ചിന്തിച്ചോ. ആ സഅദിനെ പോലും ഖബർ വെറുതെ വിട്ടില്ല, ഖബർ പിടിച്ചിടുക്കി. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുപോയി. ഒരു ഒഴിഞ്ഞെടുക്കുന്ന സ്റ്റൂൾ എടുത്ത് മിൻ അജ്ലി ഹാലികി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ നബി അംരി. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ അർശ് എന്ന മഹാഗോളം അതിശക്തന്മാരായ മലക്കുകൾ ചുമന്നുകൊണ്ട് ഏറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ആ അർശ് എന്ന ഗോളം ഇളകാൻ പാടില്ല, അല്ലാഹുവിന്റെ ഓർഡറാണ്. ഖിയാമത്തിന്റെ സമയത്ത് അല്ലാഹു ഓർഡർ ഇടുമ്പോൾ മാത്രമേ ഈ മലക്കുകൾ അത് താഴെ വെക്കാൻ പാടുള്ളൂ. അതുവരെ ചുമന്ന് നിന്നോളണം, ഒരിളക്കം അതിന് വരാൻ പാടില്ല.
ഈ നിലക്ക് കൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അതിശക്തന്മാരായ മലക്കുകൾ ചുമന്നു നിൽക്കുന്ന ഈ അർശ്, ആ മലായികത്തുൽ കിറാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മലക്കുകളുടെ തോളിൽ കിടന്ന് അർശങ്ങട്ട് വിറച്ചുപോയി. എന്തിന്? സഅദ് വഫാത്തായി എന്ന് കേട്ടപ്പോൾ. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ അർശെന്ന മഹാഗോളം ഈ ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും കൂടി ഉൾക്കൊള്ളാവുന്ന, എന്താണാവോ അതിന്റെ വ്യാസം, എന്താണാവോ അതിന്റെ വലുപ്പം, നമുക്ക് പറയാൻ കഴിയില്ല, ഊഹിക്കാൻ കഴിയില്ല, അതിനെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല. ആ വലിയ ഗോളം ഈ മലക്കുകളുടെ ചുമലിൽ കിടന്നുകൊണ്ട് ഒന്ന് വിറച്ചു. സഅദ് വഫാത്തായി എന്ന വാർത്ത ആകാശലോകത്ത് അനൗൺസ് ചെയ്തപ്പോൾ, ഇതാണ് സഅദ്. ആ സഅദിനെ ഖബറിലേക്ക് വെച്ച സമയത്ത് മൂടുകല്ലുകൾ വെച്ച് മണ്ണിട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്ത് എല്ലാം പറഞ്ഞു, ദിക്ർ ചെല്ലാൻ പറഞ്ഞു, തസ്ബീഹ് എല്ലാം പറഞ്ഞു, തസ്ബീഹ് എല്ലാം പറഞ്ഞു. എല്ലാവരും കൂടി ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി കുറെ അങ്ങ് ചൊല്ലി ഖുർആനൊക്കെ അങ്ങ് ഓതിയപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുഖം പ്രസന്നമായി, രക്ഷപ്പെട്ടു പോയി. എന്തേ നബിയെ സംഭവിച്ചത്? തങ്ങൾ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടാണല്ലോ ഖബറിലേക്ക് വെച്ചത്. എന്തേ സഅദിന് സംഭവിച്ചു? ഒന്നുമല്ല, സഅദിനെ ഖബർ വെറുതെ വിട്ടില്ല, സഅദിനെയും ഖബർ വെറുതെ വിട്ടില്ല. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുഞ്ഞുമോനെ ഖബറിലേക്ക് ഇറക്കിയ ആ ഖബറും പുറത്ത് വെച്ചിട്ടാ പറയുന്നത്, ലൗ നജാ അഹദുൻ മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഒരൊറ്റ മനുഷ്യരെങ്ങാനും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദാണ് രക്ഷപ്പെടാൻ അർഹതപ്പെട്ടവൻ. ആ സഅദ് പോലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ മക്കളെ, ഞാനും നിങ്ങളും അത് അനുഭവിക്കേണ്ടവരാണ്. തെമ്മാടികളും അനുഭവിക്കും. പിന്നെന്താ വ്യത്യാസം? മൂമിനീങ്ങൾക്ക് ഇത് ഒരൊറ്റ ഞക്കലും വിടരുവാ, തെമ്മാടികൾക്കോ ഖിയാമത്ത് നാൾ വരെ തുടരും. അതാ വ്യത്യാസം. എന്നാൽ ഇത് അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ഇത് ഖിയാമത്ത് നാൾ വരെ തുടരുകയാണെങ്കിൽ എന്താണ് അതിന്റെ സ്ഥിതി? അത് രക്ഷപ്പെട്ട് കിട്ടാനുള്ള പണികൾ ചെയ്യണ്ടേ? ഖബറിന്റെ ഇടുക്കൽ തൽക്കാലം ഒന്ന് വിട്ടിട്ട് പിന്നെ വരും റൗമാൻ എന്ന് പറഞ്ഞിട്ടൊരു മലക്ക്. മുൻകർ നക്കീറൊന്നും വരാനായിട്ടില്ല. ഈ റൗമാൻ എന്ന മലക്ക് വരും. മലക്ക് വന്നിട്ട് ഈ ഖബറിലുള്ള മനുഷ്യനെ അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചിരുത്തും. സ്വഹീഹായ ഹദീത്തിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളായത് പഠിപ്പിച്ചത്, ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല, പറ്റിയ വിഷയവുമല്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ ബുദ്ധിക്കതീതമായി കണ്ടുപിടിക്കുന്ന യത്നത്തിന്റെ പേരാ ശാസ്ത്രം. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് പറ്റിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയതല്ലല്ലോ. പോയി നോക്കി കണ്ട പരിചയമുണ്ടോ ആർക്കെങ്കിലും? ഏതിനോടെങ്കിലും ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റൂ? അപ്പൊ നിർബന്ധമായും സംശയിക്കാതെ വിശ്വസിക്കേണ്ട കാര്യമാണ്. സംശയിച്ചാൽ ഈമാനില്ല, മുർത്തദ്ദായി പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് സംശയിക്കാൻ പാടില്ല, വിശ്വസിച്ചോളണം. ഈ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് ഒന്ന് ഇരുത്തിയിട്ട് ആ മനുഷ്യന്റെ കഫംപുടയം കഴിക്കും. അഴിച്ചിട്ട് അവനോട് പറയും, നീ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയത് മുഴുവനും എഴുതിക്കോ. കടലാസില്ലല്ലോ, ഞാൻ എങ്ങനെ എഴുതുക? ആ കഫംപുടയിൽ ഒരു കഷ്ണം മുറിച്ചോ. അവന്റെ കഫംപുടയിൽ ഒരു കഷ്ണം മുറിക്കല്ലാതെ മാർഗമില്ല, മുറിക്കന്നെ. മുറിച്ചു, എഴുതിക്കോ. എന്റെ അടുക്കൽ മഷിയില്ല, തുപ്പുനീര് കൊണ്ട് ഉമനീര് കൊണ്ട് എഴുതിക്കോ. പേന വേണ്ടേ? എടാ പേന കൈയിന്റെ വിരല് മതി, കൈ വിരലോടെ എഴുതിയാ മതി. റൗമാൻ എന്ന മലക്കിന്റെ നിർദ്ദേശത്തിന് വഴങ്ങേണ്ടി വരുന്നു. എഴുതും. ഞാൻ ഇതുവരെ അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, സാക്ഷരതയിലൊന്നും പങ്കെടുത്തിട്ടില്ല, എനിക്കൊന്നും എഴുതാൻ അറിഞ്ഞൂടാ, അത് പറയേണ്ടി വരൂലെന്നാ എല്ലാം അവനറിയാം. അപ്പൊ പണ്ടത്തെ കാലത്ത് 90 വയസ്സായപ്പോഴാ 85 കൊല്ലം മുമ്പുള്ള പ്രായപൂർത്തിയാകുന്ന അക്കാലത്തുള്ളതൊക്കെ അള്ളാഹു അതൊക്കെ ഓർമ്മാക്കി തരും. അതെല്ലാം ഓർമ്മയാക്കി തരും. അവന്റെ പ്രായപൂർത്തി മുതൽ ഇന്ന് വരെ അവൻ ചെയ്തു കൂട്ടിയത് മുഴുവനും, അവൻ പറഞ്ഞത് മുഴുവനും, ചിന്തിച്ചത് മുഴുവനും, സർവകാര്യങ്ങളും അവന്റെ ഓർമ്മയിൽ നിന്ന് തെളിഞ്ഞ് അതിന്റെ ക്രമം തെറ്റാതെ അത് മുഴുവനും അവന്റെ മെമ്മറിയിൽ നിന്ന് പുറത്തു വരും. ഈ കഫംപുടയിൽ നിന്ന് മുറിച്ചെടുത്ത ആ തുണിക്കഷ്ണത്തിൽ ഇവന്റെ കൈവിരൽ കൊണ്ട്, നാവിൽ തട്ടിച്ച ഉമിനീര് കൊണ്ട് അവനത് മുഴുവനും എഴുതി വെക്കും. ഇപ്പോൾ മുൻകർ നക്കീർ വന്നിട്ടില്ല. ഈ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. ഈ മലക്ക് എഴുതിയിട്ട് അത് ചുരുട്ടിയിട്ട് അത് അവന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഖുർആൻ പറഞ്ഞത്,
വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഈ സംഭവം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതി. എല്ലാ മനുഷ്യരും പരലോകത്തേക്ക് വരുമ്പോ അവന്റെ കഴുത്തിൽ ഇത് കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും. എന്താണ് കഴുത്തിൽ കെട്ടിത്തൂക്കിയത്? ദുനിയാവിൽ വെച്ച് രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. ജനങ്ങളെ മറച്ചു വെച്ച് ചെയ്യാൻ കഴിയും, അള്ളാനെ മറച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല. ആളുകളെ മറച്ചു വെക്കാം, അള്ളാനെ മറച്ചു വെക്കാൻ കഴിയില്ല. അത് മുഴുവനും എഴുതിയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട് അവന്റെ കഴുത്തിൽ തൂക്കിയിട്ട് അതുമായിട്ടാണ് മഹ്ശറയിൽ വരുന്നത്. അത് എടുത്തുകൊണ്ട് വായിക്കാൻ മഹ്ശറയിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഖബറിൽ റൗമാൻ വന്നു. റൗമാൻ ഇതൊക്കെ രേഖപ്പെടുത്തി പോയതിനു ശേഷമാണ് പിന്നീട് മുങ്കർ നക്കീറിന്റെ വരവ്. ഇദാ തവല്ലന്നാസു മിൻ ബഅദി ദഫൻ റുദ്ദത് ഇലൈഹി റൂഹുഹു ഇലൽ ബദൻ ഫജാഅഹുൽ മുൻകറു വന്നകീറു വസ്ഫൂഹുമാ ബൈനൽ വറാ ശഹീറു ജഅദാനി അസ്റാഖാനി അസ്വാദാനി ശഅറുഹുമാ യസ്ഹാബുഹുർ റിജ്ലാനി. മനുഷ്യൻ മറവ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ പിരിഞ്ഞു പോയാൽ അവന്റെ റൂഹിന്, അവന്റെ ആത്മാവിന് അവനിലേക്ക് തന്നെ മടക്കപ്പെടും. ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് ആത്മാവിനോടും ജഡത്തോടും കൂടിയാണ്. അത് രണ്ടും കൂടി അനുഭവിക്കുകയാണ്. ആത്മാവ് അനുഭവിച്ചാൽ തന്നെ അതിന്റെ ഫലം ശരീരത്തിലെത്തും. ആത്മാവിന് മരണമില്ല കേട്ടോ. മരണമെന്ന് പറഞ്ഞാൽ മുഫാറഖത്തുർ റൂഹി മിനൽ ജസദി എന്നാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തുക. 4-ാം മാസം ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ കൊണ്ടുപോയി ആ നിക്ഷേപിച്ച ആത്മാവിനെ അവന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കലാണ് മരണമെന്ന് പറയുന്നത്. ആ ആത്മാവിന് ഇനി മരണമില്ല. അള്ളാഹുവിന്റെ സൽത്തനത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ, അള്ളാഹുവിന്റെ അധികാരം എത്ര കാലം നിലനിൽക്കുന്നുവോ, അള്ളാഹു നശിച്ചു പോകില്ല, അള്ളാഹു മരിച്ചു പോകില്ല. അള്ളാഹു എന്നും ജീവിക്കുന്നവനാണ്. അതേ, അള്ളാഹ് എത്ര കാലമുണ്ടോ അത്രയും കാലം ആത്മാവും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ ആത്മാവിന് പിന്നീട് മരണമില്ല. ആ ആത്മാവ് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഖബറിൽ മുങ്കർ നക്കീർ വരുന്നതിന് മുൻപ് ആത്മാവിനെ മടക്കപ്പെട്ടു. പക്ഷെ ഇതിനു മുമ്പ് ഇവനിലേക്ക് ആത്മാവിനെ മടക്കിയിട്ടില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാന് ഒരു അബോധ മനസ്സ് അവനുണ്ടാകും. അതിൽ നിന്നാണ് ഇതൊക്കെ എടുത്തിട്ട് അവൻ ചെയ്യുന്നത്. അത് ചെയ്ത് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്നതിന് ശേഷം ചോദ്യമാണ്. ആദ്യം തൗഹീദിന്റെ വിഷയങ്ങളൊക്കെ ചോദിക്കും, പിന്നീട് കർമ്മപരമായ വിഷയം ചോദിക്കും. ഖബറിലെ ചോദ്യം എത്ര ദിവസമാണ്? ഖബറിലെ ചോദ്യം എത്ര ദിവസമാണെന്ന് ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എത്ര കാലം? ഉമർ റളിയല്ലാഹു അൻഹുവിന് 1 കൊല്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇദാ സലക്ത ഫജ്ജൻ യസ്ലുകു ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിക്ക് പ്രവേശിച്ചാൽ പിശാച് അതിലൂടെ അങ്ങനെ വരികയാണെങ്കിൽ നിന്നെ കണ്ടാൽ പേടിച്ചിട്ട് അവൻ വേറെ വഴിക്ക് തിരിഞ്ഞു പോകും. നീ ഉള്ള വഴിക്ക് പിശാച് വരില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആളാ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുന്ന സമയം ദുൽഹുലൈഫ വരെ അള്ളാഹുവിന്റെ റസൂൽ യാത്രയാക്കി. മദീനയുടെ അതിർത്തി വിട്ടിട്ട് അങ്ങ് പോയപ്പോൾ മദീനയുടെ എൻഡിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, നീ മക്കയിലേക്കല്ലേ പോണത്? ആ പരിശുദ്ധമായ കറുത്ത പുതപ്പും ധരിച്ചു നിൽക്കുന്ന കഅബത്തിന്റെ പരിസരത്ത് വെച്ച് നീ അള്ളാഹിനോട് ദുആയിരുന്നാൽ അള്ളാഹുവിന് ഉത്തരം തരുന്ന ഉറപ്പാ. അത്രയും പുണ്യഭൂമിയല്ലേ. അവിടെ ചെന്ന് ദുആയിരിക്കുമ്പോ ലാ തൻസനീ ഫീ ദുആഇക യാ ഉമർ. ഉമറേ, നിന്റെ ദുആയിൽ എന്നെ മറക്കല്ല ഉമറേ. അള്ളാഹുവിന്റെ റസൂൽ ദുആ വസിയത്ത് ചെയ്ത മഹാനാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു മയ്യിത്ത് മറവ് ചെയ്ത് 1 കൊല്ലം പൂർത്തിയാകുന്ന അന്ന് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു അബി ദുനിയ തന്റെ മനാമാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. ലക്ഷക്കണക്കിന് ഹദീത്ത് മനപ്പാഠം പഠിച്ചാൽ മാത്രമാണ് ഹാഫിള് എന്ന പേര് കിട്ടുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ ഹാഫിള് ഇബ്നു അബി ദുനിയയാണ്. ലക്ഷക്കണക്കിന് ഹദീത്ത് മനപ്പാഠം പഠിച്ച ആളാണ്. അനേകം കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മനാമാത്ത് എന്ന് പറയുന്ന കിതാബ് പ്രസിദ്ധമാണ്. ഹദീത്തിന്റെ കിതാബ് പ്രസിദ്ധമാണ്.
ആ മനാമത്തിൽ പറയുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറവ് ചെയ്തിട്ട് 1 കൊല്ലം പൂർത്തിയാകുന്ന അന്ന് ഒരുപാട് സ്വഹാബത്ത് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട രംഗം എങ്ങനെയാ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടപ്പോൾ നെറ്റിയിൽ നിന്ന് വിയർപ്പിങ്ങനെ വടിച്ചെടുത്തിട്ട് അതിങ്ങനെ കളയുന്നതാ കണ്ടത്. എല്ലാരും കണ്ട രംഗം അങ്ങനെയാ. നെറ്റിയിൽ നിന്ന് വിയർപ്പിങ്ങനെ വടിച്ച് അതിങ്ങനെ കളയുന്നു. അപ്പൊ ചോദിച്ചു, ഉമറേ എന്താ അവസ്ഥ? ഇപ്പൊ ഒരു മുസീബത്ത് അങ്ങ് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ആ മുങ്കറിനക്ക് ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇതുവരെ ചോദ്യം തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും നമ്മളവസ്ഥ? എത്ര ദിവസമായിരിക്കും ചോദ്യം? ഓരോ ചോദ്യത്തിനും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ശിക്ഷകൾ, അവരുടെ കയ്യിലുള്ള ദണ്ട് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അവരുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ നരകാഗ്നി കൊണ്ട് നിർമ്മിച്ച ദണ്ട് കൊണ്ട് ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ച എവറസ്റ്റ് കൊടുമുടി അല്ലാതിനപ്പുറം ഈ ദുനിയാവിൽ ഒരു പർവ്വതമുണ്ടെങ്കിൽ ആ പർവ്വതത്തിന്റെ മുകളിലെ വെറുതെ വന്ന് വെച്ചാ മതി, 7 ഭൂമിക്കടിയിലേക്ക് അത് ഉരുകി ഒലിച്ചു പോകും. അത്രയും ഗാംഭീര്യമാണ് ഈ ദണ്ടുകൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. മരണമില്ലല്ലോ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മരണമില്ലല്ലോ. ഇതാണ് ഖബർ. ഈ ഖബറിന്റെ അദാബ്, ഓരോ ചോദ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ സമയത്ത് മറുപടി പറയാൻ കഴിയുമോ എന്നതാണ് വലിയ ബേജാറ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി വളരെ പ്രവർത്തിച്ച സ്വഹാബിയാണ്. വഫാത്തിന്റെ സമയത്ത് സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് ഭയങ്കര കരച്ചില് കരഞ്ഞപ്പോൾ മക്കള് ചെന്നിട്ട് പറയുന്നു, എന്തിനാണ് വാപ്പാ നിങ്ങൾ കരയുന്നത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളല്ലേ നിങ്ങൾ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ആ വാപ്പ പറയുന്നത്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മക്കളെ, എന്റെ മരണം അടുത്തിരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിട്ട് കഴിഞ്ഞ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് നിങ്ങൾ മണ്ണ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരരുത്. ആ ഖബറിന്റെ മുകളിൽ 1 മണിക്കൂർ സമയം ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണമോ അത്രയും സമയം ആ ഖബറിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കല്ല തേടണം. എനിക്ക് നിങ്ങൾ ഓർമ്മയാക്കി തരണം. എന്തിനാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്? ലി അസ്തഗ്രിസ ബികും വലി അദ്കുറ ബിമാദാ ഉജീബു റസൂല റബ്ബി. എന്റെ റബ്ബ് പറഞ്ഞേക്കുന്ന ദൂതന്മാർ അഥവാ മുങ്കർ നകീർ അലൈഹിമസ്സലാം എന്നോട് വന്ന് ചോദ്യം ചെയ്യുന്ന രംഗമാണ്. മൻ റബ്ബുക വമൻ നബിയുക, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താണ് മറുപടി പറയുകയെന്നറിയാതെ വേജാറിലാകുന്ന സമയമാണ്. മരണമാകുന്ന ഈ പ്രക്രിയയോടുകൂടി, മരണമാകുന്ന ഈ സംഗതിയോടുകൂടി സർവ വിഷയങ്ങളും താളം തെറ്റിപ്പോയി. മരിക്കുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? ആ മരണം ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതോടുകൂടി ഇന്ന് വരെ ആ ദുനിയാവിൽ അവൻ ശീലിച്ചു വെച്ച ശീലങ്ങളോ അവൻ ഓർമ്മിച്ചു വെച്ച വിഷയങ്ങളോ അവന്റെ മെമ്മറിയിൽ നിന്ന് അതൊക്കെ മാഞ്ഞുപോയി. രണ്ടാമതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം. ഇപ്പതെല്ലാം ഹൃദയത്തിന്ന് പോയി, ശരീരത്തിന്റെ ഘടനകളൊക്കെ തെറ്റി. അപ്പൊ ഖബർക്ക് എത്തിയാൽ ഇതൊക്കെ ഓർമ്മയായി കിട്ടുമോ? നിങ്ങൾ എനിക്ക് ഓർമ്മയാക്കി തരണം. ഖബറിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാൻ എന്ന് തൽഖീൻ ചൊല്ലി കൊടുക്കണില്ലേ? 2 മലക്കുകൾ വരും, അവർ ചോദിക്കും, ആ സമയത്ത് മറുപടി പറയണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കാറുണ്ടല്ലോ. അത് ഈ സ്വഹാബികൾ വസിയത്ത് ചെയ്തതാ. ഇപ്പോഴും മദീനയിൽ പോയാൽ അത് കാണാം. ഞാൻ ഈ അടുത്ത് ഉംറക്ക് പോയപ്പോൾ എന്റെ കൂടെ എന്റെ സ്നേഹിതന്മാർ പലരും ഈ കൂടെ സദസ്സിൽ തന്നെ കാണും. അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. മദീനയിൽ ഞങ്ങളത് മൊബൈലിൽ പിടിക്കുകയും ചെയ്യും. അത് മൊബൈലിൽ കണ്ടതൊക്കെ പകർത്തലല്ല, അത് അങ്ങനത്തെ ഒരു രംഗമായി. ഒരു മയ്യത്ത് മറവ് ചെയ്തിട്ട് ആ മയ്യത്ത് കൊണ്ടുവന്ന അറബികൾ അവിടെ ഇരുന്ന് തൽഖീൻ ചൊല്ലി കൊടുക്കണം. ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാൻ എന്ന് പറഞ്ഞിട്ട് ആ
അറബികള് മദീനത്ത് മറവ് ചെയ്ത മയ്യത്തിന്റെ ഖബറും പുറത്ത് മീസാൻ കല്ലിന്റെ മുഖത്തിന്റെ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട്, മുഖത്ത് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു അറബി ചൊല്ലിക്കൊടുക്കുന്നു, ഇതാ ജാഅക്കൽ. ഇപ്പൊ ഫേസ്ബുക്കിലുണ്ടല്ലോ, അത് യൂട്യൂബിലുണ്ടല്ലോ, അത് ഈ തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന അറബി തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന രംഗം ഇപ്പൊ നെറ്റുകളിലൊക്കെ വിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ മൊബൈൽ പിടിച്ചെടുത്തപ്പോ എനിക്കതൊരു വലിയ ഒരു വസിയത്തായി തോന്നി. എന്റെ കയ്യിലുണ്ട്, വേറെ ആർത്തില്ല. ഇപ്പൊ നോക്കുമ്പോ ലോകത്തെല്ലാരും അടുത്തുണ്ട്. ഉണ്ടായിക്കോട്ടെ, അപ്പൊ ചെയ്യുന്നുണ്ട്. എന്തിനാ ചെയ്യുന്നത്? ആ ഖബറിലുള്ള ആൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. മറന്നുപോയി അയാള്, കാരണം അങ്ങനത്തെ ഒരു രംഗമാണ്. ഈ ഖബറിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ചോദ്യം? മർ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ ഇമാം ഏതാണ്? ഇതാണ് ചോദ്യം. ഇവിടൊക്കെ വിദ്യാർത്ഥികാര് കടന്നുകയറ്റം നടത്തിയിട്ട് നമ്മൾ ആശയം വികൃതമാക്കാൻ ഖബറിൽ വരുമ്പോ ഇമാമ് ഏതാന്ന് ചോദിക്കുമ്പോ ഖുർആൻ എന്ന് പറയും. അതിന് മറുപടി എന്താ? ഖുർആൻ എന്നാണ് ഖബറിൽ ചോദ്യം. അതിന് ഖുർആൻ. ദുന്യാവിൽ ഇമാമ് എന്ന് ചോദിച്ചാൽ ഷാഫി ഇമാമ് എന്ന് പറയും. ഖബറിലെത്തിയായി ഖുർആൻ എന്നും പറയും. പക്ഷെ ഖബറിലെ ചോദ്യം വ്യത്യാസം ഉണ്ട് കേട്ടോ. ഖബറിലെ ചോദ്യം ഖുർആൻ ഏതാണ്, ഇമാമ് ഏതാണ് എന്നാ, ദുന്യാവില് ആരാണ് എന്നാ. ഇത് രണ്ടും വ്യത്യാസമല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ആയത്. മൻ നബിയുക, നിന്റെ നബി ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. വമാ ഇമാമുക, നിന്റെ ഇമാമ് ഏതാണ്? വമൻ വമാ വഅൽ തുസാവി മാ ദുകിർ എന്ന് അതിന്റെ അറബിക് നിയമമാണ്. മാ ഏതാണ്? ഖുർആനാണ്. ബുദ്ധിയില്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാ ഏതാണ്? ഖുർആൻ. ആരാണ്? ഷാഫി ഇമാം. രണ്ടും ഉത്തരം ശരിയാണ്. ചോദ്യത്തിനനുസരിച്ചാ ഉത്തരം രണ്ടും. പണ്ട് ഇ കെ സമൂലിയരോട് ചോദിച്ചു, വഹാബികൾ കാഫറോ മുസ്ലിമോ? അവർ വിശ്വാസം പേച്ചവരാണ് പറഞ്ഞു. പിന്നും ചോദിച്ചു, വഹാബികൾ കാഫറോ മുസ്ലിമോ? അവർ വിശ്വാസം പേച്ചവരാണ്. മൂന്നാമത്തെട്ടും ചോദിച്ചു, വഹാബികൾ മുസ്ലിമീങ്ങളോ കാഫിരീങ്ങളോ? അവർ വിശ്വാസം. എന്താ മുസ്ലിയാരെ 3 വട്ടം ചോദിക്കുമ്പോൾ ഒരേ മറുപടി തന്നെ പറയുന്നത്? ഒരേ ചോദ്യം ആയതുകൊണ്ട്. അസമുലിയർ ഒരേ ചോദ്യമായ പിന്നെ ഒരേ മറുപടി തന്നെയല്ലേ പറയാ. എന്ന പോലെ ചോദ്യം രണ്ടാണ് അവിടെ രണ്ട്. അവിടെ ചോദ്യം ഇതാണ്, ഇമാം ആരാന്ന്. അപ്പൊ ഷാഫി ഇമാമാന്ന് പറഞ്ഞു. അവിടെ ചോദിക്കണ ഇമാം ഏതാണെന്നാ. അപ്പൊ ഖുർആൻ. സഹോദരാ, ചോദ്യം പറയുമ്പോ നമുക്ക് രസമുണ്ട്, മറുപടി പറയാൻ കിട്ടുമോ? അംർ ഇബ്നുൽ ആസ് പേടിച്ചു, എനിക്ക് പറയാൻ കിട്ടുമോ? എന്താ കാരണം എന്നറിയോ? ഈ ഒരു മനുഷ്യനെ ജനിച്ചിട്ട് മരിച്ച് ഖബറിൽ പോയി പരലോകത്ത് വന്ന് സ്വർഗ നരകത്തിലേക്ക് എത്തുന്നതിനിടയിൽ എത്ര കാലം ഉണ്ടാകും? അതിനിടയിൽ ഖബറ് പോലെ വഷളായ ഒരു സംഗതി വേറെ ഇല്ലാന്നാ. ഖബറ് പോലെ മനുഷ്യൻ ഇടങ്ങാറാകുന്ന ഒരു സംഗതി ഇല്ല. അതായത് മരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ റൂഹനെ പിടിച്ച് മലക്കുകൾ പിടിച്ചു വലിക്കും. മരണത്തിന്റെ വേദന പറയാൻ സാധ്യമല്ല. മരണത്തിന്റെ വേദന അഷ്റഫുൽ ഖൽഖ് തങ്ങള് വഫാത്തിന്റെ സന്ദർഭത്തിൽ ആരാണ്? റസൂലുള്ളാഹ്, ബഹുമാനപ്പെട്ട നബി തങ്ങൾ. ഇന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ? ഞാനും നിങ്ങളും കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അല്ലാഹ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. അള്ളാനെ വിചാരിച്ചാണെങ്കിൽ ഫൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹു ഇല്ലേ. പിന്നെന്തിനാ അങ്ങോട്ട് തിരിയണത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിലേക്ക് ഞാൻ എന്റെ ശരീരം തിരിച്ചു വെച്ചു. കഅബയിലേക്ക് തിരിച്ചു വെച്ചു എന്ന് പറയുമ്പോ അല്ലാഹ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, മുസ്തഫായ നബി തങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണ് കഅബയിലേക്ക് തിരിയുന്നതെന്ന് ഇമാം ബൈളാവി രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ലോക മുഅ്മിനീങ്ങൾ മുഴുവനും കഅബയിലേക്ക് തിരിയുന്നത് പുന്നാര നബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പോകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോഴാണ് അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സക്കറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദനയൊന്ന് നിസ്സാരമാക്കി തരണേ അല്ലാഹ് എന്ന് പറയുന്നത്. മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരു കടകമണിയുടെ അത്ര കിട്ടിയാൽ, ഒരു പരമാണുവിന്റെ അത്ര കിട്ടിയാൽ, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നതോടുകൂടി ആ മരണത്തിന്റെ വേദനയെ അതിന്റെ മുകളിൽ വെക്കുന്നതോടുകൂടി തൽസമയം ആ മല ഉരുകിപ്പോകും. അത്രയും വേദനയാണ്. ഈ മരണത്തെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തൊണ്ടക്കുഴി വരെ എത്തുമ്പോഴേക്ക് 500 മലക്കുകൾ കൂടിയിട്ട് ആ റൂഹിനെ പിടിക്കുന്നത്
വലതുകാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹനെ പിടിക്കുന്നത് 50 മലക്കുകളാണ്. കാൽ മുട്ടുവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവരങ്ങ് മാറി നിൽക്കും. അപ്പൊ ഇടതുഭാഗത്തുള്ള 50 മലക്കുകള് കാലിന്റെ തള്ളവിരലിൽ നിന്ന് പിടിച്ച് കാൽമുട്ട് വരെ കൊണ്ടുവന്നിട്ട് അവരങ്ങ് മാറി നിൽക്കും. അപ്പൊ വലതുഭാഗത്തുള്ള 50 മലക്കുകള് കാൽമുട്ട് മുതൽ പിടിച്ച് നടുവരെ കൊണ്ടുവന്ന് അവരങ്ങ് മാറി നിൽക്കും. ഇടതുഭാഗത്തുള്ള മലക്കുകൾ കാൽമുട്ട് മുതൽ പിടിച്ച് നടുവരെ കൊണ്ടുവന്ന് അവരും അങ്ങ് മാറി നിൽക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായി പിടിച്ച് കൊണ്ടുവന്ന് കഴുത്തുവരെ കൊണ്ടുവരും. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് താഴോട്ട് തന്നെ ഇടും. പിന്നെയും പിടിക്കും. 99 തവണ ഇങ്ങനെ ചെയ്യും കേട്ടോ. പെട്ടെന്ന് അങ്ങട് റെയിൽപാളത്തിൽ തലവെച്ച് മരിച്ചാലും ഇതനുഭവിച്ചേ പറ്റൂ. വിഷം കഴിച്ച് നിമിഷം കൊണ്ട് മരിച്ചാലും അതേ പറ്റൂ. സൗദി അറേബ്യയിലോ മറ്റോ എവിടെ പോയിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയായി കഴുത്ത് വെട്ടിയിട്ട് കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒരു നിമിഷം കൊണ്ട് കഴുത്തങ്ങട് വെട്ടിയിട്ട് മരിക്കുകയാണെങ്കിലും ഇതനുഭവിച്ചേ പറ്റൂ. 99 തവണ അവന്റെ റൂഹനെ തൊണ്ടക്കുഴി വരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അത് താഴോട്ടിടും. പിന്നെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരും. ഇതൊക്കെ പഠിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താണ് മരണത്തിന്റെ പ്രയാസം നിങ്ങൾ ചിന്തിച്ചോ? ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കും, ഇതിനേക്കാൾ നല്ലത് മരണമായിരുന്നു. ഖബറിൽ എത്തി നോക്കുമ്പോ, ഇവിടെ വന്നപ്പോ ഇതിനേക്കാൾ നല്ലത് ദുബായി തന്നെ നിൽക്കലായിരുന്നു, നാട്ടിൽ പോരണ്ടില്ലായിരുന്നു എന്ന് പറയുമല്ലോ. അവിടെ സുഖം ഉണ്ടായിട്ടല്ല, ഇതുകൊള്ള അപേക്ഷിച്ച് നോക്കിയാൽ അവിടെയാ സുഖം എന്ന പോലെ ഖബറിലേക്ക് എത്തി നോക്കുന്നൊരു മനുഷ്യൻ പറയും, പടച്ചവനെ ഇതിനേക്കാൾ സുഖം അവിടെ തന്നെ കഴിയലാണ്. ആ മരണമായിരുന്നു ഈ 99 തവണ റൂഹനെ പിടിച്ചു വലിച്ച മരണത്തിന്റെ വേദന റസൂലുള്ളാഹിയെ നിസ്സാരമാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വേദന സാരമില്ല എന്ന് ഞാൻ തന്നെ പറയും. ഖബറിലേക്ക് എത്തുമ്പോ ഈ ഖബറിന്റെ അദാബൊന്ന് ചിന്തിച്ചു നോക്ക്. അതേ ഖബറിൽ മറ്റൊരു ശിക്ഷയാണ് സർപ്പങ്ങളെ കൊണ്ടുള്ള ശിക്ഷ. ഓരോ മനുഷ്യന്റെ ഖബറിലും 99 പാമ്പുകളാണ്. 99 തിന്നീനാ, 99 പാമ്പ്. എന്താ ഒരു 99ന്റെ കണക്ക്? 99ന്റെ കണക്ക് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗം 99ആണ്. ഓരോ രോഗത്തിനും ഓരോ പാമ്പാണ്. കിബർ, ഹസദ്, റിയാ, ഗളബ്, ഉജ്ബ്, നിഫാഖ്, കുഫർ, ബിദ്അത്ത് അങ്ങോട്ട് തുടങ്ങി എണ്ണിയാൽ 99 എണ്ണാൻ കിട്ടും. ഈ 99 രോഗം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടാം. ഓരോ രോഗത്തിനും ഓരോ പാമ്പ്. കിബറിനൊരു പാമ്പ്, ഹസദിനൊരു പാമ്പ്, ബിദ്അത്തിനൊരു പാമ്പ്, നിഫാഖിനൊരു പാമ്പ്. ആ പാമ്പിന്റെ 99 പാമ്പുകൾ, 100 കണക്കിന് വായകളുള്ള ഓരോ പാമ്പും അതിന്റെ വായയൊന്നെടുത്തിട്ട് പുറത്തോട്ടിട്ടുകൊണ്ട് ഒരൊറ്റ ശ്വാസോച്ഛ്വാസം നടത്തിയാൽ ഈ ഖബറിലേക്ക് ശിക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാമ്പുകളെ അല്ലാഹു തആല ഒന്ന് തല പുറത്തേക്കിട്ട് ഭൂമിയിൽ ഒരു ശ്വാസം വലിച്ചു വിട്ടാൽ മാ അംബതത്തിൽ അർളു, ഖിയാമത്ത് നാൾ വരെ ഭൂമിയുടെ ഉൽപാദന ശേഷി നശിച്ചുപോയി. 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിക്കപ്പെട്ട അൺബോംബിന്റെ പ്രസരം ഇന്നും ആ രാജ്യം അനുഭവിക്കുന്നതോടെ പ്രത്യാഘാതം നിലനിൽക്കുന്നുവെങ്കിൽ, മനുഷ്യനിർമ്മിതമായ അണുബോംബുകൾക്ക് ഇത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അല്ലാഹു തആല അവൻ പറഞ്ഞത് സ്വീകരിക്കാതെ നടന്ന തെമ്മാടികളെ ശിക്ഷിക്കാൻ വെച്ച പാമ്പിന്റെ വിഷം എത്ര കാഠിന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം അല്ലാഹു കാണിച്ചു തന്നു. ഈ പാമ്പ് അവനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു പാമ്പുണ്ട്, ശുജാഉൽ അഖ്റ എന്നാണ് ആ പാമ്പിന് റസൂലുള്ളാഹി പറഞ്ഞ പേര്. ഈ പാമ്പ് എന്തിനുള്ളതാണ്? സുബഹി നിസ്കാരം ഖളാ ആക്കിയവനാണ് കേട്ടോ. ഓരോ മനുഷ്യനും ഓരോ ശിക്ഷകൾ ഖബറിലുണ്ട്. ഈ ശുജാഉൽ അഖ്റ എന്ന് പറയുന്ന പാമ്പിന്റെ കൈയിന്റെ നഖം
40 ദിവസത്തെ വൈദൂരം യാത്ര ചെയ്യാൻ മാത്രം നീളമുണ്ട്. അതുകൊണ്ടെങ്ങാനും ഒരടി അടിച്ചാൽ 7-ാം ഭൂമിയുടെ അടിയിൽ പോയിട്ടാണ് ആ മനുഷ്യൻ പൊങ്ങി വരുന്നത്. എന്നിട്ട് ആ പാമ്പ് പറയുന്നതാണ്, ഇന്നല്ലാഹ അമറനീ അൻ ഉഅദ്ദിബക ലിഅൻ ലാ യുസല്ലിയ സ്വലാത്തൽ ഫജ്ർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇന്നല്ലാഹ അമറനി, അല്ലാഹ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ ഉഅദ്ദിബക, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി റബ്ബ് എന്നെ കൽപ്പിച്ചതാണ്. അതിന് കാരണം എന്താണ്? സുബഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ, സുബഹി ഖളാ ആക്കിയതിന്റെ പേരിൽ, സമയം തെറ്റിച്ചതിന്റെ പേരിൽ, നിസ്കരിക്കാത്തതിനല്ല. എഴുന്നേറ്റ് നിസ്കരിച്ചപ്പോ ടൈം എത്രയാ? 8 മണി അല്ലെങ്കിൽ 10 മണി അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നപ്പോ ചില മനുഷ്യന്മാര് സുബഹി നിസ്കരിക്കും. ജുമുഅക്ക് വന്നിട്ട് എല്ലാരെയും അറിയിച്ചു, ഞാനിന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലാന്ന്. സഹോദരാ, ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ അത് മറ്റൊരാളും അറിയരുത്. അറിയാതെ സൂക്ഷിച്ചാൽ അത് പുറത്തു കിട്ടാൻ എളുപ്പമാണ്. തൗബ ചെയ്യുന്ന പക്ഷം അത് പുറത്തു കിട്ടാൻ എളുപ്പമാണ്. ഞാനൊരു തെറ്റ് ചെയ്തത് 4 ആൾ അറിഞ്ഞുപോയാൽ നാളെ പരലോകത്ത് റബ്ബ് അത് പുറത്തു തരാൻ പ്രയാസമാണ്. അത് മറച്ചു വെക്കണേ, അതാരും അറിയരുത്. അപ്പൊ സുബഹി നിസ്കാരം ഖളാ ആക്കിയ മനുഷ്യന് തീരെ നിസ്കരിക്കാത്തവനല്ല, അവൻ ഖളാ വീട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും എന്തുകൊണ്ട് സുബഹി അതിന്റെ കൃത്യസമയത്ത് നിസ്കരിച്ചില്ല എന്നതിനെ ശിക്ഷിക്കാൻ വേണ്ടി റബ്ബ് എന്നെ നിശ്ചയിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ പാമ്പ് അവനെ ഖിയാമം വരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കും. ഉറങ്ങാൻ സമ്മതിക്കില്ല. ഉറക്കം നടിച്ചുകൊണ്ട് കണ്ണൊന്ന് ചെമ്മിയിട്ട് കിടക്കാൻ പോലും സമ്മതിക്കില്ല. ഇങ്ങനെ പാമ്പുകളെ കൊണ്ടുള്ള ശിക്ഷ, തീയുകൊണ്ടുള്ള ശിക്ഷ, ഇടുക്കൽ കൊണ്ടുള്ള ശിക്ഷ, പലജാതി ശിക്ഷകളുമുണ്ട്. അതേ സമയത്ത് നന്മകളുമുണ്ട് കേട്ടോ. എല്ലാ ശിക്ഷിക്കപ്പെടുന്ന വസ്തുക്കളും കൂടി നമ്മുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് ഒരൊറ്റ വസ്തു മതി. ആ വസ്തു പറയും, തൊടാൻ പാടില്ല. ആവേശവും നമുക്ക് വേണ്ടേ? അങ്ങനെ ആ വസ്തുക്കളെല്ലാം അവന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, തൊടാൻ പാടില്ല. ഖുർആനോദിയ മനുഷ്യനെ ഈ ശിക്ഷകളൊന്നും അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല, മാറ്റി നിർത്തും. പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധം വളരെ കുറവാണ്. ഓദിക്കോ മോനെ, ഒരു ദിവസം കുറച്ചെങ്കിലും ഖുർആൻ ഓതുന്ന പതിവ് വേണം. രാവിലെ പത്രം വായിക്കാൻ നോക്കുന്ന കണ്ണുകൊണ്ട് അള്ളാന്റെ കലാമായ ഖുർആനൊന്നും നോക്കാതെയല്ലേ പത്രത്തിലേക്ക് നോക്കുന്നത്? പത്രവാർത്തകൾ ഇന്ന് വായിക്കാൻ പറ്റിയ കോലത്തിലാണോ? വൈകുന്നേരം ആ പത്രം വായിക്കാൻ നല്ലത്. നേരം വെളുത്ത ഉടനെ തന്നെ എഴുന്നേറ്റ എത്ര ഗീബത്താ വായിക്കാനുള്ളത്, എത്ര തട്ടിക്കൊണ്ടുപോയ റിപ്പോർട്ടാ വായിക്കാനുള്ളത്, എത്ര വ്യഭിചാര കഥകളാ വായിക്കാനുള്ളത്, എത്ര മദ്യത്തിന്റെ കഥകളാ വായിക്കാനുള്ളത്. അതല്ലേ പത്രങ്ങളിലുള്ളത്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ആ പത്രം വായിക്കുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും ഖുർആനോദിയിട്ട് മതി ഈ പത്രം വായിക്കല്. ഈ ഖുർആനോദല് പതിവാക്കിയാൽ ഖബറിന്റെ അകത്ത് ഖുർആൻ മാത്രം മതി. ഈ പാമ്പ് വരികയാണെങ്കിൽ തടുത്തു നിർത്തും. ആര് ശിക്ഷിക്കാൻ വന്നാലും അതൊക്കെ തടുത്തു നിർത്തിയിട്ട് എന്റെ സാഹിബിനെ തൊടാൻ പാടില്ല, അവൻ എന്നെ പാരായണം ചെയ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് സർവ്വശിക്ഷകളെയും മാറ്റി നിർത്താൻ പറ്റിയ ഒരുപാട് അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ അനുഗ്രഹങ്ങളുമുണ്ട്. ആ അനുഗ്രഹത്തിന് പറ്റിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം. അദാബിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കണം. ഇങ്ങനത്തെ ഒരു ലോകത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് ഞാനെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. അള്ളാഹു അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് തരട്ടെ. ആ ചിന്തയിൽ വളർത്തുകയും നാളത്തെ പരലോകം നന്നാക്കി തരികയും ചെയ്യുമാറാകട്ടെ. SSFന്റെ വിദ്യാർത്ഥികളെ നീട്ടിക്കൊണ്ടുപോവുകയല്ല, ഒരൊറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു താല നമുക്ക് നൽകിയത് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. ഈ പ്രസ്ഥാനത്തിലാണല്ലോ നമ്മളെ ചേർത്തത്, ഈ സംഘടനയുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഏതാ നമുക്ക് പ്രതീക്ഷ ഉള്ളത്? നാം നിസ്കരിച്ചിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ടോ?
ദാ നോമ്പ് നോറ്റിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ടോ? ഖുർആൻ ഓതിയിട്ടുണ്ട്, പ്രതീക്ഷ ഉണ്ടോ? എന്താണ് നമുക്ക് പ്രതീക്ഷ ഉള്ളത്? ഒന്നും നമുക്ക് പ്രതീക്ഷയില്ല. അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമങ്ങൾക്ക് വിധേയമായ ഷർത്തും ഫറദും സുന്നത്തും ഒക്കെ യോജിപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് റബ്ബ് സ്വീകരിച്ചെങ്കിൽ ഫലം ചെയ്യും. സ്വീകരിച്ചോ ഇല്ലേ നമുക്ക് പറയാൻ സാധ്യമല്ല. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ, നമ്മൾ ചെയ്ത ഒരൊറ്റ അമലും നമുക്ക് പ്രതീക്ഷയില്ല. അള്ളാഹ് സ്വീകരിക്കാം, തള്ളിക്കളയാം. പക്ഷെ ഒരു പ്രതീക്ഷ. എന്താ പ്രതീക്ഷ? ഒരാൾ മരിച്ചാൽ അയാളെ പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന. മയ്യത്ത് ഇങ്ങനെ കാത്തു വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് മറവ് ചെയ്യണം. മയ്യത്ത് അല്പം താമസിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ താമസിപ്പിക്കുക? ആ 4 ആൾ കൂടി മയ്യത്ത് കരിക്കാൻ വരാനുണ്ട്, മയ്യത്ത് നിസ്കാരത്തിന് കുറച്ചും കൂടി കൂടുതൽ ആള് വരാനുണ്ട് എന്ന് അറിവ് കിട്ടിയാൽ കുറച്ച് സമയമൊക്കെ വെക്കാം. എന്നാലും അതിനൊക്കെ പരിധി. അതിനാണ് ഈ 4 ആള് വരാനുണ്ടെങ്കിൽ താമസിപ്പിക്കണത്. അവര് ആ മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന് ഒരു ഗുണം കിട്ടും. അത് വലിയ ഗുണാ. 4 ആൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. SSFന്റെ സജീവ പ്രവർത്തകനായിരുന്ന കാരാത്തോട് അബ്ദുള്ള, അള്ളാഹു അവരെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഒരുപാട് പ്രവർത്തകരുണ്ട് അതുപോലെ മരിച്ചു പോയത്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ സമീപത്തുള്ള പണ്ഡിതവര്യരായ ചെറുശ്വാല ഉസ്താദ് പോലെ പണ്ഡിതന്മാരും പ്രവർത്തകരും അനവധി മരിച്ചുപോയവർ നമുക്കുണ്ട്. നമ്മൾ അവരെ അനുസ്മരിക്കാറുണ്ട്. ഈ കാരാത്തോട് അബ്ദുള്ള മരിച്ചപ്പോൾ SSFന്റെ പ്രവർത്തകനാണ്. കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൊയിലാണ്ടി വെച്ചൊരു അപകടത്തിൽ മരിച്ചു. ആ മയ്യത്ത് കൊണ്ടുവന്ന് കാരാത്തോട് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് നിന്നപ്പോ കണ്ണ് നിറഞ്ഞുപോയി. എന്താ കാരണം? കേരളത്തിൽ നമ്മളൊക്കെ ബർക്കത്ത് കൽപ്പിക്കുന്ന മുഴുവൻ സയ്യിദന്മാരും അവിടെ ഉണ്ട്. ആലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്, അനേകം പ്രവർത്തകരുണ്ട്. ആരായി ആലിമീങ്ങള്? വലിയ വലിയ ആലിമീങ്ങളാണ്, വലിയ പണ്ഡിതന്മാരാണ്. കേരളത്തിൽ തലയെടുപ്പുള്ള AP ഉസ്താദ് പോലെ, സുലൈമാൻ ഉസ്താദ് പോലെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പോലെ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാന്മാരൊക്കെ ആ മയ്യിത്ത് നിസ്കാരത്തിലുണ്ട്. ഈ കാരാത്തോട് അബ്ദുള്ള ഒരു പണ്ഡിതനാണോ? അല്ല. മുദരിസാണോ? അല്ല. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഒരു മദ്രസാധ്യാപകനായിട്ട് പണ്ഡിത രൂപത്തിൽ അല്ല, ഒരു സാധാരണ ചെറുപ്പക്കാരൻ. എന്റെ SSFന്റെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ഈ കുട്ടി മരിച്ചിട്ട് സർവ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ച് കൂടിയിട്ട് അവർ പറയാണ്. ഞാൻ ആ സദസ് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്താണ് ഈ ആലിമീങ്ങൾ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അബ്ദുല്ലാക്ക് പുറത്തു കൊടുക്കണേ, അബ്ദുല്ലാന്റെ ഖബർ വിശാലമാക്കണേ, ദുനിയാവിലെ കൂട്ടുകാരെക്കാൾ നല്ല കൂട്ടുകാരെ കൊടുക്കണം, ദുനിയാവിലെ ഇണയേക്കാൾ നല്ല ഇണയെ കൊടുക്കണം, നീ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കരുത്, ഖബറിൽ ഇടങ്ങാറാക്കരുത്, സ്വർഗം കൊടുക്കണം, നരകത്തിൽ പ്രവേശിപ്പിക്കരുത്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതാണല്ലോ മയ്യിത്ത് നിസ്കാരത്തിലെ ദുആ. ആരാ പറയുന്നത്? 10,000-കണക്കിന് ആളുകൾ. ആ കൂട്ടത്തിൽ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹാന്മാരായ ആളുകൾ, അവരൊക്കെയാ പറയണത്. ഞാൻ ചോദിക്കട്ടെ, ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിറഞ്ഞ മനുഷ്യ സമൂഹം, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ 10,000-കണക്കിന് പ്രാർത്ഥന, അല്ലാഹുവേ അബ്ദുല്ലാന്റെ ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഒന്നുമല്ല പരിഗണിക്കാതെ ഈ അബ്ദുല്ലാനെ ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ച അല്ലാഹ്? അങ്ങനെയാണോ നമ്മൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്നത്? അതോ കരുണാവാരിധിയായ റബ്ബ് അവൻ ആർക്ക് മാപ്പ് ചെയ്തു കൊടുത്താലും അവനെ ചോദ്യം ചെയ്യാനില്ലാത്ത പരമാധികാരിയാണ് റബ്ബ്. നീ എന്തിനാ പുറത്തു കൊടുത്തത് എന്ന് അവനോട് ആരും ചോദ്യം ചെയ്യാനില്ല. പരമാധികാരിയാണ് ആ അല്ലാഹു തആല. ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാഹു ഈ കണ്ട ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അബ്ദുള്ളയുടെ ദോഷം പുറത്തു കൊടുക്കുമെന്നാണോ അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? ഇതാണ് നമുക്കൊരു പ്രതീക്ഷ. ഒറ്റ പ്രതീക്ഷയുള്ളൂ. ഞാൻ മരിച്ചാൽ എനിക്ക് 10 ആള് മയ്യിത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ അത് ആലിമീങ്ങളും സയ്യിദന്മാരും കൂടി ആയി കിട്ടിയാൽ പടച്ചവനെ, എന്റെ പരലോകത്ത് എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് അത് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച
മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു ചോദ്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ചൊവ്വാഴ്ചയാണെന്നാ എന്റെ ഓർമ്മ. ആ ദിക്റില് നമുക്കെന്താ അബ്ദുള്ളക്ക് വേണ്ടി കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടെ. അന്നാണ് അബുദാബി SYSന്റെ ഓഫീസറുടെ ഷിഹാബ് സഖാഫി മരണപ്പെട്ടത്. അപ്പൊ മലബാർ ക്ലാസ് റൂമിൽ നെറ്റിൽ വൈലക്സിൽ ഒരു ചോദ്യം, നമുക്കെന്താ അബ്ദുള്ളക്ക് വേണ്ടി കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടെ. എല്ലാരും അടിച്ചു, നമുക്ക് ചെല്ലാം. എന്നാ അടുത്ത ചൊവ്വാഴ്ച നമുക്കത് ദ്വാരക്കണം, ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ അത് ദ്വാരക്കണം, എല്ലാരും ചൊല്ലി അതിന് കണക്ക് തരണം. അടുത്ത ചൊവ്വാഴ്ച വൈലക്സ് ആവേശത്തോടെ തുറന്നു നോക്കിയപ്പോ എല്ലാരും ചെല്ലിയ ദിക്റിന്റെ കണക്ക് നമ്മളൊക്കെ കൊടുത്തു. ഓരോരുത്തരും ചെല്ലിയ ദിക്റിന്റെ കണക്ക് എത്ര ഉണ്ടായിരുന്നു അറിയോ? 1,80,00,000 ദിക്ർ. കാരാത്തോട് അബ്ദുള്ളക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ 1,80,00,000 ദിക്ർ ചൊല്ലിയിട്ട് അതാ പറയുന്നു, അബ്ദുള്ളയെ ശിക്ഷിക്കരുതേ, അബ്ദുള്ളക്ക് മാപ്പ് കൊടുക്കണേ, അബ്ദുള്ളക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഞാനും നിങ്ങളും പഠിച്ചു വെച്ച കരുണാവാരിധിയായ റബ്ബ്, റഹ്മാനും റഹീമുമായ റബ്ബ്, ഗഫാറായ റബ്ബ് സ്വീകരിച്ച് അബ്ദുള്ളയെ രക്ഷപ്പെടുത്തുമെന്നാണോ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കേണ്ടത്? അതല്ല, ഈ 1,80,00,000 ദിക്റും അള്ളാഹു തെരഞ്ഞത് പരിഗണിക്കാതെ തിരിഞ്ഞു നോക്കാതെ അബ്ദുള്ളാനെ ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി പറയാനുള്ളത്? എന്താ നമ്മൾ അള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്? പടച്ചതമ്പുരാൻ പുറത്തു തരുന്നല്ലേ, അത് ഇതിൽ പെട്ടതുകൊണ്ടല്ലേ. അബ്ദുള്ളക്കുള്ള അഡ്രസ് എന്താ? SSFന്റെ പ്രവർത്തകനായിരുന്നു. അതിലപ്പുറം എന്താ അഡ്രസ്സാണ് ആ കുട്ടിക്കുള്ളത്? പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ പോകരുത്. എന്നും ഇതിനോട് അള്ളിപ്പിടിച്ച് ഇതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഉണ്ടായിട്ട് ആ അഡ്രസ്സിൽ മരിച്ചാൽ നമ്മുടെ ചരമകോളത്തിൽ അഡ്രസ് എഴുതുമ്പോ ഒരു വാല് വേണം. SSF പ്രവർത്തകരായിരുന്നു. 10,000ങ്ങളുടെ മയ്യിത്ത് നിസ്കാരവും 10,000ങ്ങളുടെ ദിക്റും 10,000ങ്ങളുടെ പ്രാർത്ഥനയും, അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ. ഞാൻ എന്റെ നഫ്സിന് വേണ്ടി നിസ്കരിച്ച നിസ്കാരത്തെക്കാൾ, ഞാൻ എനിക്ക് വേണ്ടി ഓതിയ ഖുർആനിനേക്കാൾ, ഞാൻ എനിക്ക് വേണ്ടി ചൊല്ലിയ ദിക്റുകളേക്കാൾ എനിക്ക് പ്രതീക്ഷ എന്റെ SSFന്റെ പ്രവർത്തകർ എനിക്ക് വേണ്ടി ഒരു ആമീൻ പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ, അതെനിക്ക് പരലോകത്തേക്ക് പ്രതീക്ഷയാണ്. SSFകാരെ, നമുക്കുള്ള സമ്പാദ്യമാണിത്. ഇതിൽ നിന്ന് പോയാൽ കിട്ടൂല. ഇതിൽ തന്നെ നിങ്ങൾ അള്ളിപ്പിടിച്ചു നിൽക്കണം. പോകുമ്പോ SSFകാരനായി പോകാൻ കഴിയണം. TSK തങ്ങൾ നമ്മുടെ സംഘടനയുടെ പ്രവർത്തന രംഗത്ത് ഏത് സമയത്ത് അവസാന നിമിഷം വരെ സംഘടനാ പ്രവർത്തനത്തിലാണ്. പ്രായം അങ്ങെത്തി, ഹാർട്ട് രോഗമുണ്ട്. അവസാനം ഇതുപോലെ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ വേദിയിൽ വെച്ചാണ് തന്റെ മരണവുമായി താൻ ബന്ധപ്പെടുന്നത്. അവസാന നിമിഷം വരെ സംഘടനാ പ്രവർത്തനം. എത്ര ദിക്റുകൾ ചൊല്ലി, എത്ര ദുആകൾ നടന്നു. പത്രത്തിൽ നമ്മൾ വായിക്കുമ്പോ ഒന്ന് ചിന്തിക്കണ്ടേ, പടച്ചവനെ ഈ അഡ്രസ്സിൽ മരിച്ചു കിട്ടണം. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഖൽബ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, പടച്ചവനെ ഈ മഹത്തായ പ്രസ്ഥാനത്തിനോട് ഒട്ടിച്ചേരാൻ ഭാഗ്യം തന്ന അല്ലാഹുവേ, ഇതിൽ നിന്ന് നീ എന്നെ അടർത്തി കളയരുതേ, ഈ അഡ്രസ്സിൽ എന്നെ മരിപ്പിക്കണേ. ഞാൻ എന്ന് മരിക്കുകയാണെങ്കിലും ഈ അഡ്രസ്സിൽ എന്നെ മരിച്ചു കിട്ടണമെന്ന അമിതമായ മോഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കണം നിങ്ങൾ തിരിച്ചു പോകുന്നത്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. നമുക്കുള്ള ഏക പ്രതീക്ഷയാണിത്. അതേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ, അതേ ഉള്ളൂ നമുക്ക് സമാധാനം. ആ വിധത്തിൽ അള്ളാഹു തആല നമ്മളെ പരലോകത്തും രക്ഷപ്പെടുത്തി ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തെരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് പറയാനും കൺകുളർമയാകാനും പറ്റിയ ഒരു ഒരുമിച്ച് കൂടലും സദസ്സുമായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.